പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നോമ്പിൻ്റെ 4-ാം ഞായറാഴ്ചയിലേക്ക് കടന്നു പോകുന്നു. അതിവേഗത്തിൽ നോമ്പുകാലം തീരുകയാണ്. സഭ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന മനോഹരമായ കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മശുദ്ധീകരണം നടത്തി കൂടുതൽ ആന്തരിക സൗഖ്യവും ശക്തിയും ലഭ്യമാകുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുപോലെ വ്യക്തിയുടെയും സ്വതന്ത്രമായ തീരുമാനമനുസരിച്ച് അതിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളൂ. സഭയിൽ ധാരാളമായി സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ പീഡാനുഭവ കുരിശുമരണത്തെ അനുസ്മരിപ്പിക്കുന്ന കുരിശിൻ്റെ വഴി, ഇതിനൊക്കെ ഉപരിയായിട്ട് വലിയ വാർഷിക ധ്യാനങ്ങൾ, കൺവെൻഷനുകളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നതൊക്കെ വ്യക്തിപരമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വലിയ അനുഗ്രഹമായിട്ട് തീരും. ഇടവകയിൽ അജപാലകർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കായിട്ടാണ് വച്ചിരിക്കുന്നത് എന്ന് നീക്കി വച്ചിരിക്കുന്നത് മനസ്സിലാക്കിയാൽ അതിൻ്റെ സൽഫലം എടുക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. മറിച്ചോ എന്തെല്ലാം പരിപാടിയാണ് പള്ളിയിൽ നടക്കുന്നത്, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു യുക്തി ചിന്ത അത് നമുക്ക് പ്രയോജനപ്പെടുകയില്ല. ദൈവം തരുന്ന അവസരങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന ചിന്ത മനസ്സിലുണ്ടാകുന്നതാണ് ആവശ്യമായിരിക്കും. നമ്മളെ നയിക്കുന്ന തിരുവചന ഭാഗങ്ങൾ വാസ്തവത്തിൽ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നവയാണ്. ആദ്യമേ തന്നെ സൊദോം ഗൊമോറയുടെ പാപത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് അങ്ങോട്ട് ദാവീദിൻ്റെ പശ്ചാത്താപത്തെക്കുറിച്ച് മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് സുലൈഹായുടെ വലിയ പ്രബോധനം തരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതിൻ്റെ ആവശ്യകത പിന്നീട് സുവിശേഷത്തിൽ വളരെ കൃത്യമായിട്ട് മലയിലെ പ്രസംഗത്തിലൂടെ അരുതാത്തത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് അതിൻ്റെ ഹൃദയത്തിനാണ് പ്രാധാന്യം എന്ന കാര്യം കർത്താവ് അനുസ്മരിപ്പിക്കുന്നു. നിങ്ങൾ നിയമങ്ങൾ അനുസരിക്കുന്ന പാതയിൽ ഹൃദയ വ്യാപാരങ്ങൾക്കാണ് കർത്താവ് പ്രാധാന്യം കൊടുക്കുന്നത്, പുറമേയുള്ള അനുഷ്ഠാനങ്ങൾക്കല്ല എന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ വചനചിന്ത. എന്തായാലും ശരി, കുറ്റബോധം എന്ന് പറയുന്ന മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. കുറ്റങ്ങൾ ചെയ്തു പോകുന്ന ഏത് പ്രവർത്തിക്കാണെങ്കിലും എവരി ആക്ഷൻ ഹാസ് ഗോട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പഠിച്ചിട്ടുള്ളത് ഫിസിക്കൽ തലത്തിൽ മാത്രമൊന്നുമല്ല, ധാർമ്മിക തലത്തിലും അത് കൃത്യമാണ്, അത് പ്രസക്തമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്മ ആണ് എങ്കിൽ നമുക്ക് ഹൃദയത്തിൽ ആനന്ദമുണ്ടാകും, സന്തോഷമുണ്ടാകും. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലാണെങ്കിലും തല ഉയർത്തി നിൽക്കാൻ പറ്റും. തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാതെ ഉള്ളിലിരുന്നുകൊണ്ട് പിടയുകയും കുറ്റബോധം ഉണ്ടാവുകയും നമ്മെ പിറകോട്ട് വലിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുഖഭാവം തന്നെ മാറും. വലിയ ഗൗരവമായ തെറ്റ് ചെയ്തിട്ട് എല്ലാം അടച്ചു വെച്ചിട്ട് മറ്റാരും അറിയുന്നില്ല മറ്റുള്ള നടക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥമായ ആനന്ദം നമുക്ക് നഷ്ടപ്പെടും. പഴയ ക്ലാസിക്കൽ കൃതികളിലൊക്കെ ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞിരുന്നതാണ്. നമുക്ക് ആത്മശുദ്ധീകരണത്തിലുള്ള വഴിയാണ് പഴയ ഷേക്സ്പിയർ പോലെയുള്ള, അതായത് അറേബ്യൻ സാമ്രാജ്യത്തിൽ മുഴുവൻ സുഗന്ധ ദ്രവ്യങ്ങളും കൊണ്ട് എൻ്റെ കൈകൾ പൂശിയാലും എൻ്റെ കറ കഴുകിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ലേഡി മാക്ബെത്ത് വിലപിക്കുന്ന ഭാഗം നമുക്കറിയാം. ഡങ്കൻ എന്ന് പറയുന്ന ആളിനെ വധിക്കുന്ന, രാജാവിനെ വധിക്കുന്നതിന് ഭർത്താവിൻ്റെ കൂട്ടത്തിൽ കൂട്ടുകൂടി എന്നുള്ളതിൻ്റെ കുറ്റബോധമാണ്. ആ കുറ്റബോധത്തിൻ്റെ നിലവിളിയാണ് കേൾക്കുന്നത്. ഇവിടെ നാം കാണുന്നത് കുറ്റബോധത്തേക്കാൾ പാപബോധമാണ് പ്രധാനപ്പെട്ട കാര്യം. കുറ്റബോധം നമുക്ക് ആ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമുക്ക് തന്നെ ഉള്ളിലുണ്ടാകുന്ന പ്രതികരണമാണ് കുറ്റബോധം. എന്നാൽ ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുത്തോട് അവിശ്വസ്തത കാണിച്ചു എന്നുള്ളതിൻ്റെ ആ ചിന്ത മനസ്സിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അവബോധത്തിനാണ് പാപബോധം എന്ന് പറയുന്നത്. അത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. കുറ്റബോധം ഉള്ളിൽ കൊണ്ടു നടക്കാം. പക്ഷേ നമുക്ക് വിശ്വാസമില്ല എങ്കിൽ, ആരോടും പറയുന്നില്ല എങ്കിൽ പോലും ഈ കുറ്റബോധം ഉള്ളിൽ വെച്ചുകൊണ്ട് പുറമേ നമുക്ക് മാന്യന്മാരായിട്ട് നടിക്കാനൊക്കെ പറ്റും. പക്ഷേ അത് ദ്രവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് സഭയിൽ പാപസംഗീതത്തിന് വേദി വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ കുറ്റബോധം കൊണ്ട് നിങ്ങൾ മനസ്സിൻ്റെ സമനില തെറ്റിയാൽ, മാനസികമായിട്ടുള്ള നില തെറ്റിയിട്ട വിഭ്രാന്തി ഉണ്ടായാൽ നിങ്ങൾ പോകുന്നത് എപ്പോഴും എങ്ങോട്ടാണ്? സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്കാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ സൈക്യാട്രിന് മുമ്പിൽ നിലനിൽക്കുന്നതിന് കാരണം വിഷാദം മാത്രമൊന്നുമല്ല, കുറ്റബോധം കൂടിയാണ്. ഗിൽറ്റ് കോൺഷ്യൻസ്, കുറ്റബോധം കണ്ടമാനം വർദ്ധിക്കുന്നു മനുഷ്യൻ്റെ മനസ്സുകളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമനില തെറ്റുന്നു. സമനില തെറ്റിക്കഴിയുമ്പം തന്നെ അവൻ്റെ എല്ലാ ആരോഗ്യത്തെയും ബാധിക്കുന്നു. ആകെ ജീവിതത്തിൽ വലിയ ക്ഷയം സംഭവിക്കുകയാണ്. അപ്പോൾ വിവരമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കും അതൊരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ. നീ ചെയ്തിരിക്കുന്ന കൊലപാതകമാണ് എങ്കിൽ, ആരും അറിഞ്ഞില്ല എങ്കിൽ, നീ മുന്നേ നിയമത്തിന് മുമ്പിലും എല്ലാവരുടെ മുമ്പിലും നീ ഫ്രീ ആയിട്ട് നടക്കുന്നുവെങ്കിലും അകത്ത്
ചിന്തിപ്പിക്കുന്ന, അകത്ത് തന്നെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന സംഗതി നീ ചെയ്ത നീചപ്രവൃത്തിയാണ്. അപ്പം അതുകൊണ്ട് ഇത് പുറത്തെടുത്ത് കൊണ്ടുവരുന്നതാണ് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ വിജയം. നല്ലൊരു സൈക്കാട്രിസ്റ്റ് മുമ്പിൽ പോയിരുന്നാൽ പല സിറ്റിങ്ങുകളിലൂടെ നിൻ്റെ ഹൃദയത്തിൻ്റെ അകംഭാവം മുഴുവൻ അയാൾ പുറത്തെടുക്കും. ചോദ്യങ്ങളിലൂടെ, പരസ്പരമായുള്ള ആശയവിനിമയങ്ങളിലൂടെ അകത്തെ കാര്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ മനസ്സിലാകും ഇന്ന പ്രശ്നങ്ങളാണ് താങ്കളുടെ സമനില തെറ്റിച്ചിരിക്കുന്നത്. ഇന്ന പ്രശ്നങ്ങളാണ് താൻ ജീവിതകാലത്ത് ചെയ്തു പോയ, മറച്ചു വെച്ചിരുന്ന, നല്ല പ്രായത്തിൽ ചെയ്തത്, അക്കാലത്ത് ഈ ചോരയുടെ ചൂട് കൊണ്ട് മിടുക്ക് കൊണ്ട് അവബോധമില്ലാതെ തരത്തിൽ തന്നെ ചിന്തയില്ല നടന്നെങ്കിലും ഈ പ്രായമായി വരും തോറും ചെയ്ത തെറ്റിൻ്റെ ഉള്ളിൽ ഉണർന്നു വരുന്നതിൻ്റെ ആ സത്യങ്ങൾ സൈക്കാട്രിസ്റ്റ് പുറത്തെടുത്ത് വെക്കും. പുറത്തെടുത്ത് വെക്കാനേ സൈക്കാട്രിസ്റ്റിന് പറ്റുകയുള്ളൂ. നിന്നെ ബോധ്യപ്പെടുത്താൻ പറ്റും. ഇന്ന കാരണത്താലാണ് നിൻ്റെ ബാലൻസ് തെറ്റിയിരിക്കുന്നതിനെ ബോധ്യപ്പെടുത്താൻ പറ്റും. നല്ല സൈക്കാട്രിസ്റ്റുകൾ ചെയ്യുന്നത് എന്താണ്? അപ്പോൾ നിന്നെ നയിക്കുന്നത് അവർ നിൻ്റെ പാപത്തിന് മോചനം കിട്ടാൻ നീ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസ തലത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. സഭാവിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുണ്ട്. കാരണം നേരിട്ട് നിന്നെ ആവശ്യപ്പെടും. നീ ഒരു പാപസങ്കീർത്തന വേദിയിൽ പോയി നിൻ്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ട് പാപമോചനം പ്രാപിക്കാൻ പറയുമ്പോൾ നീ സ്വതന്ത്രനായി. അല്ല, സൈക്കാട്രിസ്റ്റിനെ നിനക്ക് പാപമോചനം നൽകാൻ പറ്റില്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനേ പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നീ പാപസങ്കീർത്തന വേദിയിൽ പോയി പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിൻ്റെ ഹൃദയം സ്വതന്ത്രമായി. വലിയ നോമ്പുകാലം അതിനുവേണ്ടി കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ ആളുകൾ നിരന്തരമായി എന്തെല്ലാം കുമ്പസാരം എന്ന കൂടാശയെ അപകീർത്തിപ്പെടുത്തി, ഏതെല്ലാം തരത്തിൽ തരം താഴ്ത്തിയും എന്തെല്ലാം കുറ്റങ്ങൾ ആരോപിച്ച്, വൈദികരെയും കുറ്റം ആരോപിച്ച് എന്തെല്ലാം ചെയ്താലും ശരി, വലിയ നോമ്പിലും അനുവദിന് വലിയ ആഴ്ചയിൽ അടുത്ത് വരുമ്പോഴത്തേക്കും അച്ഛന്മാർക്ക് ഇരിക്കപ്പുറതിയില്ല. കുമ്പസാരത്തിന് നീണ്ട നിരയാണ് ദേവാലയങ്ങളിൽ കാണുക. മനുഷ്യന് ബോധ്യമുണ്ട് അവൻ്റെ തെറ്റുകൾക്ക് മോചനം കിട്ടണം. ആ മോചനം കിട്ടാനുള്ള വേദി അവനറിയാം. പാപം മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് നീ എടുത്തുകൊണ്ട് കിടക്കേണ്ടത് നടക്കുമെന്ന് പറയുന്നവൻ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ അടുക്കൽ വരുവേൻ. അതുകൊണ്ട് എൻ്റെ ദൈവത്തോടുള്ള ഇടപെടലും അങ്ങോട്ടുള്ള വിശ്വസ്തതയുമാണ് വാസ്തവത്തിൽ എൻ്റെ പാപബോധം എന്ന് പറയുന്നു. അപ്പം ആദ്യമേ തന്നെ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുമ്പോഴേ ഇത് തെളിഞ്ഞു വരികയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യകാല സൈക്കാട്രിസ്റ്റിന് പറഞ്ഞ കുറ്റബോധം മാത്രം നിൽക്കും. ഇവിടെ കുറ്റബോധമല്ല, ഇവിടെ ദാവീദിനെ പോലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിന് മുമ്പിൽ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്യരുതാത്ത ഞാൻ ചെയ്തു പോയി എന്നുള്ള വിഷമമാണ് ഈ പാപബോധം എന്ന് പറയും. അവിടെ നീ സങ്കീർത്തന വേദിയിൽ പാപം ഏറ്റു പറയുന്നത് പോലെ തന്നെ നാത്താൻ്റെ കയലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാപം ഏറ്റുപറയുന്ന ദാവീദിനെ പോലെ നിനക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന പാപമോചന പ്രക്രിയയുടെ സങ്കീർത്തന വേദിയിൽ ചെന്ന് നീ കൃത്യമായിട്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പാപം മോചിക്കാൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും വ്യക്താമ്പൻ നാളെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു പറയുന്ന ആ വചനം കേൾക്കുമ്പോൾ നിൻ്റെ ഹൃദയം സ്വതന്ത്രമാകുന്നു. പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട് ഈ കുമ്പസാരത്തിന് എന്തിനാ ഒരു അച്ഛൻ്റെ അടുത്ത് പോകുന്നതെന്ന്. അച്ഛൻ തന്നെ ഒരു ബലഹീനായ ഒരു മനുഷ്യനാണ്, ഭാവിയായ ഒരു മനുഷ്യനാണ്. പക്ഷേ അച്ഛനുള്ളൊരു അഭിഷേകമുണ്ട്, അത് നിനക്ക് വേണ്ടിയിട്ടാണ്. ആ അഭിഷേകം ഉപയോഗിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിൻ്റെ പാപങ്ങൾ ഏറ്റുപോകുമ്പോൾ ശ്രമിക്കുകയും അതിനെ പാപമോചന അധികാരമുള്ള ഒരു കൈകൾ ഉയരുകയും ചെയ്യുന്നു. പാപങ്ങളെ വിശുദ്ധീകരിക്കാൻ കർത്താവ് നൽകിയ അധികാരം ഉപയോഗിക്കുന്ന പറഞ്ഞ് കർത്താവ് നൽകിയ അധികാരമാണ്. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്വാസനാഥം നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുമെന്ന് പറയുന്ന. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള അച്ഛൻ അവിടെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അച്ഛനോട് പ്രവർത്തിക്കുന്ന നിൻ്റെ പാപം മോചിക്കുന്ന കർത്താവാണ്. പാപനിയെ കൊണ്ട് വലിച്ച് മുകളിൽ താഴെ എറിഞ്ഞിട്ടപ്പോഴും തന്നെ കല്ലെടുത്തെറിയാൻ വന്നവനൊക്കെ കല്ലിട്ടേച്ച് പോയി കഴിയുമ്പം തനിച്ചായി. ഈശോയും ആ പാവപ്പെട്ട സ്ത്രീയും തനിച്ചായി. നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? ഇല്ല. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, നീ സമാധാനത്താലേ പോകുവേൻ. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പാപമോചനം എന്ന് പറയുന്നത്. നീയും സമാധാനത്താലേ പോകുവേൻ. അവൻ വലിയ പ്രേക്ഷിതയായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് അപ്രകാരമുള്ളൊരു ബന്ധത്തിലൂടെയാണ് അനുതാപം കടന്നു വരിക. അപ്പോൾ പാപബോധം ശരിയായി ഉണ്ടാകുമ്പോൾ അനുതാപം വരും. അതാണ് പാപമോചനത്തിനുള്ള വഴി തേടേണ്ട, നമുക്ക് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിൻ്റെ സഭ നിൻ്റെ മുമ്പിൽ എടുത്തു വച്ചിട്ടുണ്ട്. കുഞ്ഞുനാൾ തൊട്ട് അതിനെ പരിശീലിപ്പിച്ചിട്ടുള്ളതാണ്. ആദ്യകുമ്പസാരം ആദ്യ കുർബാനയൊക്കെ നിൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. അതൊക്കെ വെറും ചടങ്ങായിട്ട് കരുതാതെ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കരുതുകയാണെങ്കിൽ തെളിഞ്ഞ മനസ്സോടുകൂടി നിനക്ക് ജീവിക്കാൻ പറ്റും. കർത്താവ് നൽകുന്ന ആ വഴിയെ സഞ്ചരിക്കാൻ പറ്റിയാൽ അതിപ്പം സന്തോഷം മറ്റും നമുക്കുണ്ടാകാനുമില്ല. അവിടെ ഇന്നത്തെ വായനകൾ പ്രധാനമായും കേന്ദ്രീകരിക്കേണ്ടത് സോദോം കാര്യം ആദ്യം വളരെ കൃത്യമായിട്ട് പറയാമല്ലോ. നമുക്ക് തന്നെ അറിയാം, ലോത്തിൻ്റെ അടുത്തേക്ക് 2 പേര് കടന്നു ചെന്ന്, എബ്രഹാമിൻ്റെ അടുത്തേക്ക് 3 പേരെ ചെന്ന്.
രണ്ടുപേര് കടന്നീലുമുണ്ടാകുന്ന സംഭവമാണ്. അപ്പം അവർ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പില്ല. ഞങ്ങളുടെ ഇവിടെ അത് ആതിഥേയ നല്ല സൽക്കാരപ്രിയനായിരുന്നു. ലോകത്ത് പെട്ടെന്ന് അകത്ത് കയറ്റി നിനക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾക്കുണ്ടാക്കി തരാം, അവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞപ്പോഴാണ് ചെറുപ്പക്കാരോട്ട് വൃദ്ധന്മാർ വരെയുള്ള ആളുകൾ എടുത്തടിച്ചു കൂടിയെന്നാണ് പറയുന്നത്. ആരായി വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾ ഭോഗിക്കാൻ വിട്ടുതരണമെന്ന് പറഞ്ഞാണ് പരസ്യമായ ഹോമോസെക്സുവാലിറ്റി. നമ്മൾ വിചാരിക്കുന്ന പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഇന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കൊരു സാധാരണ തോന്നും. ഗേ എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ? ഞാൻ ഓർക്കാനൊക്കെ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ യൂറോപ്പിൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി സമീപത്തേക്ക് അടുത്തിരിക്കുന്ന അവസരം ഒരു ഗ്രൂപ്പ് ചെറുപ്പക്കാരും ഇവിടെ നേരെ സമീപിച്ചു. അവരെന്നോട് പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ അച്ഛനാണ് കോളർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വൈദ്യനാ മനസ്സിലാക്കിയിട്ട് സമീപത്ത് എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, യു മസ്റ്റ് ടെൽ യുവർ പോപ്പ് ടു ബ്ലസ് അവർ മാരീസ്, വി ആർ ഗേ എന്ന് പറയുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ എന്നാ പറയുന്നത്. ഞാൻ കുറച്ച് നേരം കേട്ടെന്ന് ഞാനങ്ങ് പോയി. അന്നത്തെ ദിനത്തിൻ്റെ ഓഡിയൻസിൽ, പബ്ലിക് ഓഡിയൻസിൽ മാർപ്പാപ്പായുടെ പ്രബോധനം കേൾക്കാൻ ഞാനും പോയിരുന്നു. അപ്പോഴാണ് ഇവർ ആ ഗ്രൂപ്പ് ഒരു വലിയ ബാനറും ധരിച്ച് വി ആർ ഗേ ബ്ലസ് അവർ മാരി എന്ന് പറഞ്ഞ പൊക്കി മാർപ്പാപ്പ കാണത്തക്ക രീതിയിൽ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. മനുഷ്യൻ്റെ പോക്കേ. അപ്പം അതുകൊണ്ട് ഇത് പുതിയ കാര്യമൊന്നുമില്ല. സോദോം ഗൊമോറയിൽ സംഭവിച്ചത് ഹോമോസെക്സുവാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശിക്ഷയാണ് പറഞ്ഞ സോദോം ഗൊമോറയിൽ അഗ്നിയും ഗന്ധവും ഇറക്കി അതിനെ കത്തിച്ച് കളഞ്ഞു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്. തെറ്റായിട്ടുള്ള കാര്യമാണ് പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കർത്താവിലേക്ക് കൊണ്ടുവരാൻ നോമ്പ് കാലത്ത് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 1 തൊട്ട് 7 വരെയും 10ഉം 11ഉം വാക്യങ്ങളും കൃത്യമായിട്ട് നമുക്കറിയാവുന്ന സംഗതി തന്നെയാണ്. വൈകുന്നേരമായപ്പോൾ 2 ദൂതന്മാർ സോദോമിൽ ചെന്നു. ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിർക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റത്താണ്. ലോത്തിൻ്റെ ഭാഗത്ത് 2 കാര്യങ്ങൾ നമുക്ക് കാണുന്നു. ഒരു ഭാഗത്ത് സ്വാർത്ഥന, മരണാകത്ത് അവൻ്റെ ഉള്ളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം നിലയിലുള്ള നന്മയുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? എന്തിനാ നഗരവാതിൽക്കൽ പോയിരുന്നത്? അവൻ ഇതൊക്കെ കണ്ടും രസിച്ചിരിക്കണം എന്നുള്ളതാണ്. അതേസമയത്ത് അബ്രഹാം അങ്ങനെ ആയിരുന്നില്ലല്ലോ. അബ്രഹാം സമയത്ത് എന്താ ചെയ്യുന്നത്? ഓക്ക് മരത്തിൻ്റെ കീഴെ ഇരുന്നിട്ട് ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞു, അവൻ പറഞ്ഞു, യജമാനന്മാരെ ദാസൻ്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ നമുക്ക് തങ്ങാം, രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം. അവർ മറുപടി പറഞ്ഞു, വേണ്ട, രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചു കൊള്ളാം. അവനെ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി അവരെ ഭക്ഷിച്ചു. അപ്പോൾ അവർ കിടക്കുന്നതിന് മുൻപേ സോദോം ഗൊമോറയുടെ എല്ലാ പ്രദേശത്തു നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ച് പറഞ്ഞു. നോക്കണേ, ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? യുവാക്കന്മാർ തൊട്ട് വൃദ്ധന്മാർ വരെ അതപ്പഴിച്ച ലോകമായിരുന്നു അത്. അതാണ് ലോത്ത് തിരഞ്ഞെടുത്തത്. അത് അബ്രഹാമിന് അറിയാമായിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുത്തത് നഗരജീവിതത്തിനുള്ള താല്പര്യം കൊണ്ട് തിരഞ്ഞെടുത്തതാണ്. ലോത്തിൻ്റെ ഭാര്യ തന്നെയായ താല്പര്യം. വന്ന് ഭവിക്കാൻ പോകുന്ന ദുരന്തം നോക്കിക്കേ. രാത്രി നിന്റെ അടുക്കൽ വന്നവരെ എവിടെയാണ്? ഞങ്ങൾക്ക് അവരുമായി സുഖം ഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്ത് കൊണ്ടുവിടുക, പച്ചയ്ക്കങ്ങ് പറയുക. ഇതൊരു പ്രതിഭാസം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കൽ കോട്ടയം പട്ടണത്തിൽ ഇങ്ങനെ പട്ടണത്തിൽ തന്നെ 800ഓളം പുരുഷവേശികളുണ്ട് എന്നുള്ള വാർത്ത വായിച്ചപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി. ഞാൻ കോട്ടയം പട്ടണത്തിൽ വികാരിയായിട്ടിരിക്കുന്ന കാലഘട്ടം. എന്തൊരു കളിയാണ്! എത്ര നല്ലൊരു പട്ടണം, നല്ല മനുഷ്യർ. ഇപ്പോൾ ഇത്രയും പുരുഷവേശികളുണ്ടോ? ഇങ്ങനെയുണ്ടോ ഇവിടെ സംഭവിക്കണം? ആൾക്ക് സാധാരണക്കാർക്ക് അറിയാനും പാടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കാതെ ഒരു ദിവസം വൈകുന്നേരം ഒരു 4 മണിയായപ്പം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് വെച്ചാൽ, ഞാൻ മുറ്റത്ത് ഒരു കസേരയിട്ട് കാറ്റുകൊള്ളാവുന്ന നിലയിൽ ഇരിക്കുമ്പോൾ എന്നോട് പറയുന്നു, ഇവിടെ സാമ്പത്തികമായിട്ട് എനിക്ക് സഹായിക്കണം, എനിക്കിപ്പോൾ ജോലിയില്ലാത്തതുകൊണ്ട് ഞാൻ വിഷമിക്കുകയെന്ന് പറയും. മുഖത്തോട്ട് നോക്കിയപ്പോൾ അങ്ങനത്തൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുള്ള ആളല്ല, ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആൾ തന്നെയാണ്. ഞാൻ ചോദിച്ചത്, എൻ്റെ ജോലി എന്താ പറയുമ്പോൾ അയാളകത്തും പാക്കൊന്ന് ഉങ്ങിപ്പൊട്ടി അപ്പാടെ ഒന്ന് പരിഭ്രമത്തിൽ കാണിച്ചു. എന്ത് ജോലി എന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. പല പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം എനിക്ക് പിടികിട്ടിയത് പുരുഷ വേശിയാണ് എന്ന്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ലേഖനം വായിച്ച് വെച്ചിരിക്കുന്ന ഘട്ടങ്ങളിൽ തന്നെയാണ്. ആഹാ, അപ്പോൾ അങ്ങനെ ഇവിടെ ഉണ്ടില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പരിപാടി, ഇങ്ങനെയാണ് അപ്പം എന്നാ കുഴപ്പമിരിക്കുന്നത്? അപ്പം നോമ്പ് കാലമാണ്, അതുകൊണ്ട് അവന് ക്ലയൻസിനെ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കൂടിയതുകൊണ്ട് ഇതിന് കാര്യം അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ്? അതോ ആശ്ചര്യം അറിയത്തില്ലേ, പി ടി ജംഗ്ഷനിൽ നിന്ന് ഇവിടെ ലോഗോ സെൻറ്റർ വരെ വരുന്നതിനിടയ്ക്ക് ഞാൻ മിനിമം ഒരു 5 പേരുമായി ബന്ധപ്പെട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു, അതെങ്ങനെ നടക്കുന്നേ? അതെ, ഈ സെൻറ്റൻസുള്ളവരെയൊക്കെ ഞങ്ങൾ കണ്ടാലറിയാം.
ഇതെവിടെ പോയി ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഒന്നും വേണ്ട സമയമൊന്നും മരത്തിൻ്റെ വീട്ടിൽ പോയിരുന്നാൽ മതി. ഇത് പറഞ്ഞത് വളരെ ലാഘവത്തോടെ പറഞ്ഞ് കേട്ടപ്പോൾ ഓർക്കുകയാണ്, നമ്മുടെ സമൂഹത്തിലും ഇപ്രകാരമുള്ള വലിയ അത്രയും 1 കിലോമീറ്ററിനുള്ളിൽ 5 പേരുമായിട്ട് ബന്ധപ്പെടുമെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ പോക്ക് കണ്ടില്ലേ. അപ്പം അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയശുദ്ധി നഷ്ടപ്പെട്ട് പോയില്ലേ. അപ്പം അതുകൊണ്ട് ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രി നിൻ്റെ അടുക്ക് വന്നവരെവിടെ, ഞങ്ങൾക്ക് അവരെ സുഖഭോഗങ്ങളിൽ ഏർപ്പെടുത്തണം. അതുകൊണ്ട് എന്നിട്ട് എന്ത് പറയുന്നു, അവരുടെ അടുത്തേക്ക് ചെന്നു, ലോകത്ത് പുറത്തിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, സഹോദരനെ, ഇത്തരം മ്ലേച്ഛത കാറ്റരുതെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പുരുഷ സ്പർശനമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. അത് വേണമായിരുന്നു പറയാൻ. അവിടെയാണ് ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയെന്ന് പറയുന്നത്. ആ പെൺമക്കളെ വിട്ടുതരാം, നമ്മൾ ഗസ്റ്റിനെ വിട്ടുതരാൻ പറ്റില്ല, അത് വളരെ ഉദാത്തമായി ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ മറ്റേത് ശരിയാണോ? വിട്ടുതരാം എന്ന് പറഞ്ഞ് എന്നിട്ട് അവരോട് ഇഷ്ടമുള്ള ചെയ്തോളാനാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ അവരോട് ചെയ്തോളൂ. നോക്കിയും ഏതപ്പന അങ്ങനെ പറയാൻ പറ്റുന്നു? അങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെയല്ലേ അവസാനം സംഭവിച്ച ഏറ്റവും വലിയ മ്ലേച്ഛപരമായ കാര്യം. അതിന് വിശദീകരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാതെ എന്തായിരുന്നു, പെൺമക്കൾ എന്നാ ചെയ്തത്. അവർ ഞാൻ വിട്ടുതരാം. എന്നിട്ട് എന്താ പറയുന്നത്, 2 പെൺമക്കൾക്ക് എനിക്കൊണ്ട് അവർ ഞങ്ങൾക്ക് വിട്ടുതരാം, ഇതുപോലെ അവരോട് ചെയ്തുകൊള്ള. പക്ഷേ ഈ പുരുഷന്മാരെ ഒന്നും ചെയ്യരുത്, എന്നാൽ അവർ എൻ്റെ അതിഥികളാണ്. അവരെന്ത് മാറി നിൽക്കാൻ പറയും. അവരട്ടഹസിച്ചു. പക്ഷെ ലോത്തിൻ്റെ അതിഥികൾ കൈ നീട്ടി അവനെ വലിച്ച് വീട്ടിനുള്ളിലാക്കി. പുറത്താണ് ലോത്ത്, അകത്താണ് അതിഥികൾ. അവരെ പെട്ടെന്ന് അകത്താക്കി. അപ്പോഴേക്കും വാതിലടച്ചും. വാതിൽക്കൽ ഉണ്ടായിരുന്നവർ എല്ലാവരും അവർ ആക്രോശിച്ച് വന്നപ്പോൾ പെട്ടെന്ന് അവർ അന്ധരായിപ്പോയി. അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലിഞ്ഞു. ഇതാണ് സംഭവം. ഇതാണ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നാം മനസ്സിലാക്കേണ്ട സംഗതി വളരെ കൃത്യമായ മെസ്സേജാണത്. മനുഷ്യകുലത്തിൻ്റെ ആരംഭം തൊട്ട് തന്നെ ഉണ്ടായിരുന്നിരിക്കണം ഇങ്ങനെയുള്ള സോക്കേട്. അല്ല, ഇന്നുണ്ടാകുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിനെയൊക്കെ ആദർശവൽക്കരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നാം യൂട്യൂബുകളിൽ കൂടെ കാണുന്നുണ്ട്. എനിക്ക് ആദർശവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെ നന്മയാണെന്ന രീതിയിൽ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ വഴിതെറ്റുന്ന യുവത്വമാണെന്ന കാര്യം നാം മനസ്സിലാക്കണം. ചില വ്യക്തികളെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ചിലർക്ക് അങ്ങോട്ട് ടെൻഡൻസി ഉണ്ടെന്ന് പറയും. അത് ട്രീറ്റ് ചെയ്ത് നേരെയാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് പുരുഷനും എന്നുള്ള വിവാഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ ഗേ മാരേജ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കല്യാണങ്ങൾ അതൊക്കെ കേവലം ഗമയായിട്ട് എടുത്ത് കാട്ടി ഇപ്പം സമൂഹത്തിൽ പൊക്കി പിടിച്ച് കൊണ്ടു നടക്കുന്ന സന്ദർഭവും സാഹചര്യമുണ്ട്. ഇത് നിലനിൽക്കുകയില്ല. അതൊക്കെ തെറ്റാണ്, ഇതൊരു സംശയമില്ല. ലോകത്തിൻ്റെ ഒരു തെറ്റായ പ്രതിഭാസമായിരം. അതുകൊണ്ട് വിവാഹം എപ്പോഴും പുരുഷനും സ്ത്രീയും തമ്മിലാണ്. അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ല പുരുഷനുമായിട്ട് ചേരുന്ന ഇവിടെ വിവാഹം നടക്കുന്നത്. ഇതിൻ്റെ പിന്നെ എന്താ ചെയ്യുന്നത്, നടത്തിയിട്ടുള്ളവരെന്താ ചെയ്യുന്നത്, പിന്നെ കുട്ടികളെ ദത്തെടുത്ത് വളർത്തുക. പിന്നെ എങ്ങനെ ശരിയാകാൻ പോകുന്നത്? നമുക്കറിയാം, കുടുംബം എന്ന് പറയുന്നതിൻ്റെ അടിത്തറ തകർക്കുന്ന ഇടപാടാണിതെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ടെൻഡൻസിയുള്ള ആൾക്കാരെ വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കണം. സോദോം ഗൊമോറ എന്ന് പറയുന്ന ശൈലി തന്നെ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും മാനസാന്തരതയ്ക്ക് തിരിക്കുകയും ചെയ്യുന്നതെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് കർത്താവിനെ പല പ്രാവശ്യം സോദോം ഗൊമോറ എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 14 വാക്യങ്ങളിൽ കുറിയിസി നിനക്ക് ദുരിതം വെച്ച ദുരിതം എന്ന് പറയുന്നിടത്തൊക്കെ അതെടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന തെറ്റ് അത് പല ഘട്ടങ്ങളിലും ഈ ചരിത്രത്തിലൂടെ ആവർത്തിക്കുന്നുള്ളതൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, സൈന്യങ്ങൾ കർത്താവ് നമ്മിൽ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗൊമോറ പോലെ ആയിത്തീരുമായിരുന്നു. ഇപ്പം കണ്ടില്ലേ, സോദോം ഗൊമോറ എന്ന് പറയുന്നത് ആ പ്രദേശമാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ചാവുകടൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇസ്രായേൽ സംബന്ധിച്ച് ആർക്കും ചാവുകടൽ കാണുന്ന താല്പര്യമുള്ള കാര്യമാണ്. ചാവുകടൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. അവിടെയുള്ള വെള്ളത്തിൽ ഒരു ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉപ്പിൻ്റെ സാന്ദ്രത അത്രയും വലുതാണ്. അതുകൊണ്ട് അവിടെ പോകുന്നവർക്ക് ആ വെള്ളത്തിൽ പോയി മലർന്ന് കിടക്കാൻ താഴോട്ട് പോവില്ല. വെള്ളത്തിൽ പോയി മലർന്ന് കിടന്നുകൊണ്ട് പത്രം വായിക്കാം, താഴോട്ട് പോകില്ല. ഇതാണ് ചാവുകടൽ എന്ന് പറയുന്നത്. അതേസമയത്ത് ഉപ്പുവെള്ളം കണ്ണിൽ തെറിക്കാൻ നോക്കണം. സാധാരണ ഇത് കയ്യിലൊരു കുപ്പിയും പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നവർ ഇവിടെ വെള്ളത്തിന് മുകളിൽ വളർന്ന് കിടക്കുന്നത്. കാരണം കണ്ണിലെങ്ങാനും തെറിച്ചാൽ ഉടനെ വെള്ളം കൊണ്ട് കഴുകണം. അപ്പോൾ ഈ ചാവുകടൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഏതാണ്? അത് സോദോം ഗൊമോറ അന്ന് തീയും ഗന്ധവും കണ്ടിട്ട് കർത്തൃദേശത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അതിൽ മറുഭാഗം നിറയുന്നുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് ആരുടെ എല്ലാം കയ്യിൽ പോയി ഈ പ്രദേശം? ഓട്ടോമൻ ചക്രവർത്തിയുടെ കയ്യിൽ പോയി, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പോയി. അവരുടെയൊക്കെ കയ്യിൽ ചെന്നിട്ട് ഇതിനകത്തുള്ള ഒന്നും അവർക്ക് പിടികിട്ടിയില്ലല്ലോ. അതവിടെ ഒരു എന്നാ പറയുന്നത്, അതായത് ചാവ് കടൽ, വലിയ കടലൊന്നുമല്ല, വലിയ ഭയങ്കര കടലൊന്നുമല്ല, ഒരു തടാകം.
അത് ഇന്ന് ഭയങ്കര ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇസ്രായേൽ പോകുന്നവരില്ല, അവിടെ പോകാൻ ആരും പോയില്ല. അവിടെ പോയി അതിൻ്റെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ചെളി മുഴുവൻ ആ ദേഹത്ത് പുരട്ടുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് അത് ഉപ്പ് വെള്ളം സാന്ദ്രതയുള്ള ആ ചെളി ആയതുകൊണ്ട് ആ ചെളി മുഴുവൻ ദേഹത്ത് പുരട്ടിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴുകിക്കളയുമ്പോൾ ഉപ്പ് മുഴുവൻ ദേഹത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ റൊമാറ്റിക്കായിട്ടുള്ള അസുഖങ്ങൾ, ശാരീരിക അസുഖങ്ങൾ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ എന്നാൽ കാണുന്നത് ഇത് തന്നെയാണ്. അങ്ങ് നിരനിരയായിരുന്നുകൊണ്ട് ചെളി വാരി ദേഹത്ത് തേക്കിട്ട ആൾക്കാരെയും കാണാം, ഒപ്പം തന്നെ ഈ വെള്ളത്തിൽ മലർന്ന് കിടക്കുന്നവരെയും കാണാം. അതൊരു നല്ല കാഴ്ചയാണ്. അപ്പം അതുകൊണ്ട് അന്ന് ഈ ഓട്ടോമൻ ചക്രവർത്തിയുടെ കാലത്ത് അവർ കയ്യിലിരുന്ന സ്ഥലമാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നൂറ്റാണ്ട് കയ്യിലിരുന്ന. പക്ഷേ യഹൂദൻ്റെ കൈവശം വന്നപ്പോഴല്ലോ അവന് ശാസ്ത്രീയ മനോഭാവമുള്ളവനാണ്. അത് കണ്ടെത്തി ലോകത്തിലെ ഏറ്റവും നല്ല മിനറൽസിൻ്റെ കേന്ദ്രമാണ് ഈ ചാവുകടൽ. അവനപ്പോൾ നോക്കി അതിൻ്റെ തീരത്ത് ധാരാളം ഫാക്ടറികൾ കാണാം. അതുകൊണ്ടാണ് സമുദ്രത്തിൻ്റെ സമ്പത്ത് ഞാൻ അവന് കൊടുക്കും എന്നുള്ള പ്രവചനം. സമുദ്രത്തിൻ്റെ സമ്പത്ത് ഞാൻ അവന് കൊടുക്കുമെന്ന്, അതായത് ചാവുകടലിൽ നിന്ന് ഏറ്റെടുക്കുന്ന, അത് കൾച്ചർ ചെയ്തെടുക്കുന്ന മിനറൽസ് എന്ന് പറയുന്ന വലിയ ഭയങ്കര വിലയുള്ള യുറേനിയം പോലുള്ള മിനറൽസാണ് അവിടെ ഉള്ളത്. അത് ഫാക്ടറി ആയിട്ട് കൾച്ചർ ചെയ്യുന്നുള്ള ധാരാളം ഫാക്ടറി ഇപ്പം നമുക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. ചാവുകടൽ എന്ന് പറയുമ്പോൾ ഓർക്കണം, അതൊരു പ്രത്യേകിച്ച് ഒരു 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 ഭാവനാ സൃഷ്ടിയൊന്നുമല്ല, അത് ഇവിടെ ഭൂമിയിൽ കാണുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഈ സംഭവം നടന്നത്. സംഭവത്തിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. അപ്പോൾ ആ പ്രദേശത്തെ ഉപ്പ് എന്ന് പറയുന്നത് സാധാരണ കണ്ടമാനമായിട്ടുണ്ട്. ഉപ്പ് തൂണുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ചിലതിനൊക്കെ ലോകത്തിൻ്റെ ഭാര്യയാണെന്ന് പറയാൻ കാരണം, ഒരു ശരീരത്ത് ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യൻ്റെ രൂപത്തിലൊക്കെ ഉപ്പ് തൂണുകൾ നിൽക്കുന്നത് കാണാം. ഇതെല്ലാം പോട്ടെ, ഈ പറയുന്ന നമുക്കതിനകത്ത് സന്ദേശമാണ് പ്രധാനപ്പെട്ടത്. അതായത് പ്രത്യേകിച്ച് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെയൊക്കെ കൂടെ അതിൻ്റെ സന്ദേശമാണ്. അപ്പോൾ യേശയ്യ വീണ്ടും പറയാം, രാജ്യങ്ങളുടെ മഹത്വവും കൽദായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ചത് പോലെ സോദോമും ഗൊമോറയും പോലെ അവരുമായി തീരുമെന്ന്. അതായത് ബാബിലോൺ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ശക്തമായ സാമ്രാജ്യമാണ്. നമുക്കറിയാം ഇറാഖ്, ഇന്നത്തെ ഇറാഖാണ് ശക്തമായ സാമ്രാജ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ പേർഷ്യ എന്ന് പറയുന്ന ഇന്നത്തെ ഇറാനാണ്. ഇന്നത്തെ ഇറാനുമായി യുദ്ധം നടക്കുകയല്ലേ. ആ ഇറാൻ മറ്റ് രാജ്യങ്ങൾ പോലെയല്ല, ചെറു രാജ്യങ്ങൾ പോലെയല്ല. അവിടെയുള്ള ഈ ആ പ്രദേശങ്ങളിലെ അറബ് രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങളുണ്ട്, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങൾ, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങൾ, അങ്ങനെയുള്ള രാജ്യമൊന്നുമില്ലത്. ഇത് വലിയ വിപുലമായ വലിയ നമ്മളെപ്പോലെ തന്നെ വലിയൊരു രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പാരമ്പര്യമുള്ളതാണ് ഇറാൻ എന്ന് പറയുന്നത്. പഴയ പേർഷ്യ, ഏഷ്യയുടെ പുസ്തകത്തിൽ 41 അധ്യായത്തിൽ പറഞ്ഞ സൈറസ് ചക്രവർത്തി ഈ പേർഷ്യൻ രാജാവായിരുന്നു. വലിയ ഭയങ്കര പാരമ്പര്യമുള്ള രാജ്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് വന്ന് വളരെ ക്രമീകൃതമായ സൈനിക സംവിധാനമുണ്ട്. ഇത്രയെല്ലാം ഈ യുദ്ധങ്ങൾ ഉണ്ടായിട്ടും അവരുടെ മിസൈലൊന്നും തീർന്നില്ലല്ലോ. അത്ര എളുപ്പമൊന്നുമല്ല കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ ഇറാനെ തകർക്കാനായിട്ട്. അത്ര എളുപ്പമുള്ള കാര്യം ഇപ്പോൾ അവർക്ക് മറ്റു ശക്തികൾക്ക് മനസ്സിലാക്കിയിട്ട് അത്ര എളുപ്പമൊന്നുമല്ല. അതേസമയത്ത് അവരുടെ പോക്ക് തെറ്റിപ്പോയി. ഇതൊരു ഭയങ്കരമാണ്. അതായത് ഷാ എന്ന് പറയുന്ന രാജകുടുംബത്തിൻ്റെ ആ ഭരണത്തിൽ നിന്ന് ഷായെ രാജാക്കന്മാരെ അട്ടിമറിച്ചിട്ട് അവൻ മുഴുവൻ രാജ്യം പിടിച്ചെടുക്കിയത് ഈ പറയുന്ന മതരാഷ്ട്രത്തിൻ്റെ ഭീകരന്മാരായിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇടതുപക്ഷമായിരുന്നു. ആ സപ്പോർട്ട് ചെയ്തതിന് ശേഷം വളർത്തിക്കൊണ്ട് വന്നിട്ട് പിന്നീട് ഇങ്ങോട്ടുള്ള കാര്യം 1979 ശേഷം നടന്നതൊക്കെ ആ കാര്യം നമുക്കറിയാം, പറയേണ്ട കാര്യമില്ല. എന്തായാലും ശരി, ആ കാലഘട്ടങ്ങളിൽ നടന്നുപോയുള്ള സംഭവങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ബാബിലോൺ പോലെ തന്നെ, അത് ബാബിലോണിനോടും വന്ന പ്രവാചകൻ പറയുകയാണ്, സോദോം ഗൊമോറ പോലെ നിന്നെ ആക്കി തീർക്കുന്ന എന്ന് പറയാൻ, നിൻ്റെ കെൽപ്പും നിൻ്റെ മഹത്വവും നിൻ്റെ എല്ലാം തകർന്നു പോകുമെന്ന് പറയുന്നതാണ് യേശയ്യ. ജെറമ്യ 49:18 പറയുന്നു, സോദോമും ഗൊമോറയും, അതായത് സമീപ നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടതുപോലെ ഏദോമിലും ആരും വസിക്കുകയില്ല. ഏദോമിനെതിരായിട്ട് പറയും യേശയ്യാവിൻ്റെ അനുയായികളായ ഏദോംകാരെന്ന് പറയും, അവരെയും തകർക്കുമെന്നാണ് യെരമ്യാ പ്രവാചകന്റെ പ്രവചനമാണ്. പിന്നെയും പറയുന്നു, ആമോസ് പറയുന്നു, സോദോമിനെയും ഗൊമോറയെയും ആ ദൈവം നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും നശിപ്പിച്ചു. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന കമ്പുകൾ പോലെ ആയിരുന്നു നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ മടങ്ങി വന്നില്ല. അപ്പോൾ ഇസ്രായേൽ ജനമേ കഷ്ടം എന്ന് പറയും. മാനസാന്തരത്തിന് വിളിച്ചിട്ടും വന്നില്ലെന്നാണ്. ഇത്ര വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ വന്നില്ല. ദൈവം എപ്പോഴും ശിക്ഷ നൽകുന്നതിന് അത് ശിക്ഷണമായിട്ട് നൽകുന്നേ, ദൈവത്തിലേക്ക് തിരിച്ചു വരാനാ, അല്ലാതെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. ദൈവത്തിൻ്റെ ശിക്ഷകൾ എപ്പോഴും അങ്ങനെയാണ്, തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ് 10:15, വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാം സോദോമും ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയും. ഇത് പറയാൻ കാര്യം എന്നാ, ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് തൊട്ട് മുമ്പാണ്. നിങ്ങൾ ചെല്ലുമ്പോഴേ സുവിശേഷം അറിയിക്കണം. അതുകൊണ്ട് നിങ്ങളെ ആരും സ്വീകരിച്ചില്ലെങ്കിൽ കാലെ പൊടിയും തട്ടിയിട്ടിട്ട് പോരെ. എന്നിട്ടാണ് പറയുന്നത്,
വിധി ദിവസത്തിൽ ആ നഗരങ്ങൾക്ക് സോദോമും ഗൊമോറയും അതിനേക്കാൾ ആശ്വാസം ഉണ്ടാക്കുന്ന കർത്താവിൻ്റെ ചക്കതായിട്ടുള്ള മറുപടി സുവിശേഷത്തിനെതിരെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് കർത്താവ് മുൻകൂട്ടി പറയാം. പത്രോസിൻ്റെ ലേഖനം 2-6 വാക്യത്തിൽ സോദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിയത് കൊണ്ട് അവിടുന്ന് അവിടെയുള്ള ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവമായ കർത്താവ് ഇല്ലാതെ ജീവിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടാകുന്ന ഗുണപാഠമായിട്ട് നൽകുകയാണ്. യൂദായുടെ ലേഖനത്തിൽ 7 വാക്യത്തിൽ സോദോമിലും ഗൊമോറയും അവയെ അനുകരിച്ച്, അതായത് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും മുഴിയ ചുറ്റുമാറുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കണം. ഇപ്പോൾ വളരെ ക്ലിയറായിട്ട് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ ഈ നോമ്പ് കാലത്ത് മനസ്സിൽ പതിയേണ്ടതാണ് കർത്താവുള്ള വിശ്വസ്തതയുടെ അവിശ്വസ്തത. അതുകൊണ്ട് നമുക്ക് കുറ്റബോധമല്ല വേണ്ടി. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കുറ്റബോധമല്ല നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയ പാപബോധമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് വാസ്തവത്തിൽ കുറ്റബോധമായിട്ട് മനസ്സിൽ പറയുന്നുവെങ്കിൽ അത് എൻ്റെ ഈശ്വരനുള്ള അവിശ്വസ്തതയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന എന്താണ്? ഉള്ളിലുണ്ടാകുന്ന അനുതാപമാണ്. അപ്പോൾ കുറ്റബോധമുള്ളവന് അനുതാപമല്ല ഉണ്ടാകുന്നു, അവന് നിരാശയാണ് ഉണ്ടാകും. അവന് ഭയങ്കര നിരാശയുണ്ട്. അതിന് ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് അവൻ ചിന്തിക്കും, കുറ്റബോധക്കാരൻ. ഇതങ്ങനെയല്ല. അനുതാപം ഉണ്ടാകുമ്പോൾ ദൈവത്തിലേക്ക് തിരികുകയും പാപമോചനം പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് ആദ്യത്തെ വായനയുടെ സന്ദേശമെങ്കിൽ. രണ്ടാമത്തേത് ദാവീദിൻ്റെ അനുതാപത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദാവീദ് ഈ പണിയെല്ലാം ചെയ്തു. കൊട്ടാരത്ത് ഉലാത്തിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അത് പണിയാൻ പോയില്ലെന്നും, അത് മടി പിടിച്ച് വീട്ടിലിരുന്നു. യുദ്ധം നടക്കുക, കൊടുമ്പിരിക്കൊണ്ട് യുദ്ധം അതിർത്തി നടക്കുമ്പം സാധാരണഗതിയെ രാജാവിൻ്റെ മധ്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയാണ് പതിവ്. ഒരു ദിവസം അദ്ദേഹത്തിന് അലസത തോന്നിയിട്ട് പോയില്ല. എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. ആലസ്യത്തോടെ എണീറ്റ് വന്നപ്പോഴാണ് കാണുന്ന ദൃശ്യം. അദ്ദേഹം ബത്ശേബയെ കണ്ടു കുളിക്കുന്നത്. പക്ഷേ സാധാരണഗതിയിൽ യുദ്ധ നിപുണനായ ആൾ യുദ്ധതന്ത്രജ്ഞതയിൽ മുഴുകിയിരുന്നെങ്കിൽ അതൊന്നും അലട്ടില്ലായിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ ശൂന്യത മനസ്സിലുണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള വികാരങ്ങൾ കടന്നു വരിക. അല്ലെങ്കിൽ അവന് ആ തരത്തിൽ ചിന്തയ്ക്ക് പോകാൻ ഒട്ടും വഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കംപ്ലീറ്റായിട്ട് മുഴുകിയിരിക്കുകയാണെങ്കിൽ തെറ്റായ വഴിയിലേക്ക് തിരിയാനായിട്ട് മനസ്സ് സമ്മതിക്കത്തില്ല. കാരണം പറഞ്ഞ് നമുക്കതിനേക്കാൾ ഗൗരവമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് തെറ്റായ വഴിയിൽ പോകാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം മുമ്പിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ എണീറ്റ് ആലസ്യത്തോടെ നോക്കിയപ്പോൾ എങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് കാമാസക്തി കണ്ടമാനം സ്വാധീനിച്ചിട്ട് അവളെ വരുത്തിയിട്ട് അവളെയായിട്ട് വ്യഭിചാരം ചെയ്തു എന്നുള്ള സംഭവം നടക്കുന്നു. പിറ്റേ ദിവസം അവളെ വിളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് പറയുന്നു അവൾ ഗർഭിണിയാണ്. അപ്പോൾ ആ പാടെ വിഷമമായ സങ്കടമായി അതിനെ ഇല്ലാണ്ടാക്കണമെന്ന്, അല്ലെങ്കിൽ അതിനെ ഭർത്താവിന് അല്ലെങ്കിൽ കെട്ടിവെക്കണമെന്ന് ചിന്തയിൽ കൊണ്ട് ഊറിയായെ അവളുടെ ഭർത്താവിനെ യുദ്ധരംഗത്ത് വിളിച്ചു വരുത്തി വീട്ടിൽ പോയി വിശ്രമിക്കാൻ പറയുന്നു. ഊറിയാണെങ്കിൽ യജമാന ഭക്തൻ, അതിഭയങ്കരമായ വിശ്വസ്തയോട് യുദ്ധം ചെയ്യുന്നവൻ. ആരെങ്കിലും ഞാൻ പോയി വിശ്രമിക്കേണ്ടത്? എൻ്റെ കൂട്ടുകാരൻ യോവാബ് സർവ്വസേനാധിപനും ഇവിടെ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ എനിക്കങ്ങ് വിശ്രമിക്കാൻ പറ്റില്ല. ഒരു ദിവസം നോക്കി, 2 ദിവസം, 3-ാം ദിവസവും നോക്കിയിട്ട് അവൻ പോയില്ല. രാജാവിന് പദ്ധതി പൊട്ടിപ്പോയപ്പോൾ അടുത്ത വളരെ ഗൗരവമായ പാപത്തിലേക്ക് തിരിയുകയാണ്. അതായത് താനാണ് അതിൻ്റെ ഉത്തരവാദിത്തം ലോകം അറിയുന്നത്. എത്രമാത്രമുള്ള ആഗ്രഹം. അതുകൊണ്ട് വാസ്തവത്തിൽ അറിഞ്ഞാലും കുഴപ്പമില്ല, രാജാവല്ലേ. പക്ഷേ അത് ഇയാൾ അങ്ങനെയല്ല, അത് മറച്ചു വെച്ചു. അതുകൊണ്ട് ഈ കത്തുമായിട്ട് വരുന്നവനെ യുദ്ധത്തിന് മുൻനിരയിൽ നിർത്തിയിട്ട് ശത്രുവിൻ്റെ വാൾ കൊണ്ട് വെട്ടി അവൻ മരിക്കത്തക്ക രീതിയിൽ മുൻനിർത്താൻ പറഞ്ഞ് യോവാബിന് കത്ത് കൊടുത്തയക്കുന്ന ആരുടെയില്ല, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. ആലോചിച്ച് നോക്കിയ രാജാവിൻ്റെ കൽപ്പനയായിട്ട് അദ്ദേഹം സന്തോഷത്തോടെയാണ് പോകുന്നത്. എന്താ പോകുന്നത് സന്തോഷം? രാജാവിൻ്റെ ദൂതും കൊണ്ട് ഞാൻ ചെല്ലുകയല്ലേ. തന്നെ വധിക്കാനുള്ളതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന് അറിയുന്നില്ലോ. നിഷ്ഠൂരമായ പ്രവൃത്തിയല്ല നടന്നത്. ആ ഇന്നസെൻ്റായിട്ടുള്ള മനുഷ്യൻ്റെ വേദനയുണ്ട് ഭയങ്കരമായിരുന്നിരിക്കും. അദ്ദേഹത്തിനെ വാസ്തവത്തിൽ ഇല്ലാണ്ടാക്കിയില്ലേ. അതുപോലെ തന്നെ യോവാബ് ചെയ്തു. യോവാബ് എന്ന് പറയുന്ന സർവ്വസേനാധിപനാണ് ദാവീദിൻ്റെ. അവനെ കൊന്നു കഴിഞ്ഞ് ഇവരെ അറിയിച്ചു. അറിഞ്ഞവർക്ക് കൂടി സന്തോഷമായി. അദ്ദേഹത്ത് സന്തോഷമായിട്ടിരിക്കുമ്പോൾ ആരും ഒന്നും അറിഞ്ഞില്ല, പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കും. അതായത് ഭർത്താവ് മരിച്ചുപോയ ആ സ്ത്രീയെ രാജകൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട് ഭാര്യയാക്കി. അത് സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കുന്ന നല്ല ഒരു പ്രവൃത്തി, നല്ല ഒരു രാജാവ്. പട്ടാളത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഭാര്യയെ സംരക്ഷിക്കാൻ ഇതുപോലെ ഇത്ര മനോഹരമായ ഇത്രയും ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കുമെന്ന് വിചാരിച്ച ആളുകൾ പുകഴ്ത്തി. പക്ഷേ അകത്ത് ഭയങ്കരമായ കുറ്റബോധം അടിഞ്ഞുകൂടി കിടന്നിരുന്നു. അവിടെ ഒതുക്കി ജീവിക്കാൻ നാത്താം പ്രവാചകൻ കടന്നു വന്നിട്ട് എന്നാ പറയുന്നത്? പെട്ടെന്നൊരു കഥയാണ് പറയുന്നത്. 4 വാക്യങ്ങളേ ഉള്ളൂ. ഒരു കഥയിൽ ആഴിശക്തമായ ഒരു ഉപമയിലൂടെ ഭയങ്കര സന്ദേശം കൊടുത്തു. നമ്മുടെ രാജ്യത്ത് 2 പേരുണ്ടായി. ഒരാൾ ധനികനായിരുന്നു, മറ്റൊരു ദരിദ്രനായിരുന്നു. ധനികന് ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു.
ആ ദരിദ്രനാണ് ധാരാളമായിട്ട് ആളുകൾ കന്നുകാലുണ്ടായിരുന്നു. ദരിദ്രനാണെങ്കിൽ അവൻ ഒരു പെണ്ണാട്ടിൻകുട്ടി മാത്രമേ ഉള്ളൂ. ആ പെണ്ണാട്ടിൻകുട്ടി അവൻ മകളെപ്പോലെ സ്നേഹിച്ചു. അവൻ്റെ പാത്രങ്ങൾ കുടിച്ചു, അവൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു, അവൻ്റെ മടിയിൽ കിടന്നുറങ്ങി. ഇതൊക്കെ കേട്ടപ്പോൾ രാജാവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ, ധനവാന്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു. ആ വിരുന്നുകാരന് വിരുന്നൊരുക്കാൻ വേണ്ടി തൻ്റെ 100 കണക്കിന് ആടുകൾ ഒരെണ്ണത്തെ പോലും എടുക്കാതെ ഈ പാവപ്പെട്ട ദരിദ്രൻ്റെ വീട്ടിലെ പെണ്ണാടിനെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയി കൊന്ന് വിരുന്നൊരുക്കി. കർത്താവാണേ, പെട്ടെന്ന് കസേര ഞെട്ടി എണീറ്റ് അദ്ദേഹം പറഞ്ഞ്, രാജാവ് കർത്താവാണേ, ആ മനുഷ്യൻ മരണത്തിനർഹനാണെന്ന്. വാസ്തവം പറഞ്ഞാൽ ഒരാടിനെ കൊന്നതൊന്നും മരണത്തിനർഹതയൊന്നുമല്ല. ഇതിനും പെട്ടെന്ന് വികാരവിക്ഷോഭത്തിനങ്ങ് പറയുക. ഈ കഥ കേട്ട് കഴിയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് വികാരവിക്ഷോഭത്തിനായ മരണത്തിനർഹനാണ്. അവൻ 1 പകരം 4 ഇരട്ടി കൊടുക്കും. 1 പകരം 4 ഇരട്ടി കൊടുക്കുന്ന നിയമമുണ്ട്. പക്ഷേ കൊല്ലാനും നിയമമൊന്നുമില്ല, മരണത്തിനർഹന പറയാൻ നിയമമൊന്നുമില്ല. എങ്കിലും പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ 1 മിനിറ്റ് നിശബ്ദതയ്ക്ക് ശേഷം പ്രവാചകൻ തിരിച്ചു നിന്ന് രാജാവിന് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇതൊരു ഡ്രമാറ്റിക് ക്ലൈമാക്സ് എന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യൻ നീ തന്നെ. നീ ബത്ശേബ എന്ന് പറയുന്ന സ്ത്രീയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഊറിയ എന്നവൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വാളിനിരയാക്കാൻ വേണ്ടി പട്ടാളത്തിൽ യുദ്ധത്തിൻ്റെ മുൻനിര നിർത്തി അവനെ കൊല്ലിച്ചു ഇല്ലേ? അതുകൊണ്ട് നീ ഇത് ചെയ്തുകൊണ്ട് നിൻ്റെ കുടുംബത്തിൽ ഒരിക്കലും വാളൊഴിയുകയില്ല. ശിക്ഷ നിനക്കുണ്ടാകുന്ന കുഞ്ഞ് തീർച്ചയായിട്ടും മരിക്കും. നീ ഇപ്രകാരം രഹസ്യമായിട്ട് ചെയ്തെങ്കിൽ സൂര്യൻ കത്തിച്ചെടുക്കുന്ന സമയത്ത് നിൻ്റെ ഭാര്യമാരെ അപമാനിതരാകുമെന്ന് പറഞ്ഞുകൊണ്ട് തുടരെയായിട്ട് ഇങ്ങനെ ശിക്ഷ പ്രഖ്യാപിച്ചപ്പം ദാവീദ് താഴെ വീണ് കെട്ടിപ്പിടിച്ച് സങ്കീർത്തനത്തിലൂടെ 51 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, എൻ്റെ പാപങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നു. കരയിതാണ് അനുതാപം. എൻ്റെ പാപങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ പാപത്തൊന്നും എന്നോട് പ്രതികാരം ചെയ്യരുതേ, എൻ്റെ ആത്മാവിനെ എടുത്തു കളയരുതേ, സോപ്പാണെല്ലാം തളിക്കണമേ. ഞാൻ ചുറ്റുള്ള നിരന്തരം വ്യാപിച്ച് കരഞ്ഞ അവസരത്തിൽ കർത്താവ് ഉടൻ തന്നെ ഇടപെട്ടുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞ്, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കും, പക്ഷേ ശിക്ഷ തുടരും. അങ്ങനെ വന്ന് എന്താ ചെയ്തു? കൊച്ചു മരിച്ചു. നിനക്കുണ്ടാ കുഞ്ഞ് തീർച്ചയായിട്ടും മരിക്കുമെന്ന് പറഞ്ഞു. ആ കുഞ്ഞ് മരിച്ചപ്പോൾ അത് മരിക്കുന്ന മുമ്പ് ഗൗരവമായ രോഗമുണ്ടായപ്പം ദാവീദ് ചാക്കിലും ചാരത്തിലും തപസ് ചെയ്ത് തറയിൽ കിടന്നു. ദിനരാത്രങ്ങൾ തറയിൽ കിടന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പറയും. പക്ഷേ സമയമായപ്പോൾ കൊച്ചു മരിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ ഇടേണ്ടി പെട്ടെന്ന് പോയി കുളിച്ച് തൈലം പോയി മിടുക്കനായ തൻ്റെ ജോലിയിലേക്ക് വീണ്ടും തിരിഞ്ഞു. അപ്പം കൂടെ നോക്കി നിന്നവർ അവിടെ അത്ഭുതപ്പെട്ടു. എന്തൊരു ഇത്ര വലിയ ഭയങ്കരമായ ആഘാതമുണ്ടായിട്ട് കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിട്ട് വന്നിരിക്കുന്നു. ഇപ്പം അദ്ദേഹം പറഞ്ഞെന്താ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതാണ്, പക്ഷേ ഇനി ഞാൻ അവനെ അവിടെ പോയി കണ്ടോളാം, അതായത് സ്വർഗത്തിൽ. അപ്പോൾ മരണാന്ത ജീവിതത്തെക്കുറിച്ച് സൂചന അതിനകത്ത് തന്നെ ഉണ്ടായി. ആ കാലഘട്ടങ്ങളിലൊന്നും ഇന്ന് നമുക്കറിയാവുന്നതുപോലെ, നമ്മെ കർത്താവ് പഠിപ്പിച്ചതുപോലെ മരണശരീരം സംഭവിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാം. കർത്താവ് കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നത് നല്ലതാണ്, പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലമൊരുക്കും. എൻ്റെ പിതാവിൻ്റെ പക്കൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. പിന്നീട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും നമ്മൾ പിതാവിലുമായിരിക്കും. എന്നും നിങ്ങൾ എന്നോട് ആയിരിക്കും. നമുക്ക് കർത്താവ് വളരെ കൃത്യമായി പഠിപ്പിച്ചു. മരണശേഷം എന്ത് സംഭവിക്കുമെന്ന് വളരെ കറക്റ്റായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ധാരണ ഒന്നുമില്ല. അതിങ്ങനെ വളഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. മക്കബാക്കാരുടെ പുസ്തകത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നത് കൃത്യമായി. അപ്പോൾ ഇവിടെ ദാവീദ്, ഞാൻ ഇനി അവനെ അവിടെ വെച്ച് കണ്ടോളാം എന്ന് പറയുന്ന ഒരു രീതിയിൽ. അപ്പോൾ ഇതാണ് വാസ്തവത്തെ അനുതാപത്തിൻ്റെതായ സങ്കീർത്തനം ഇന്ന് കണ്ടിരിക്കുന്നത്. എന്ത് വെള്ളം വ്യാഖ്യാനിക്കാവും. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗത്തിന് പ്രധാന സന്ദേശം മാത്രം എടുക്കുക. ഞാൻ പ്രത്യേകിച്ച് വീണ്ടും ഒന്നിച്ച് വായിക്കുന്നില്ല. അതായത് 2 ആളുകൾ കൊണ്ടും, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ആളുകളാണ്. അബ്രഹാമിനെടുത്തത് 2 ആളുകളാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് കർത്താവ് നാഥാം പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചവൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്ത് 2 ആളുകൾ ഉണ്ടായിരുന്നു. ആ ഒരുവൻ ധനവാനും പരൻ ദരിദ്രനുമാകുന്നു. വളരെയധികം ആടുമാടുകൾ. ദരിദ്രന് പാവപ്പെട്ടതും താൻ പാവപ്പെട്ടതിന് ഉലയ്ക്ക് വാങ്ങി ഒരു പെണ്ണാടിൻകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി, എന്നിട്ട് അത് അവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു. ഓക്കെ, എത്ര ഹൃദ്യമായിട്ട് സ്നേഹിച്ചിരുന്നു. അവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു, അവൻ്റെ പാനീയത്തിൽ നിന്ന് കുടിച്ചു, അത് അവൻ്റെ മടിയിൽ ഉറങ്ങി. അത് അവൻ്റെ മകളെ പോലെയായി. തൻ്റെ ഹൃദ്യതയിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ക്ഷുഭിതനായ ദാവീദ് എടുത്തിയാടി മരണത്തിനർഹനാന്ന് പറയാൻ കാരണം ഈ അവതരണ ശൈലിയിൽ നിന്ന് കൂടിയാണ്. അത് നാഥാൻ പ്രവാചകൻ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ച് ഇയാൾ തെറ്റിനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കെ ധനവാന്റെ ഭവനത്തിലൊരു യാത്രക്കാരൻ വന്നു. അവന് വേണ്ടി സ്വന്തം ആടുകൾ ഒന്നിനെ പോലും എടുക്കാൻ അവന് മനസ്സിലായിരുന്നു. അവൻ ദരിദ്രൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തൻ്റെ അതിഥിക്ക് ഭക്ഷണം ഒരുക്കി. ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായ ദാവീദ് പറഞ്ഞു, കർത്താവാണ്, ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം ഇത് ചെയ്തുകൊണ്ട് 4 മടങ്ങ് മടക്കിക്കൊടും. നിർദ്ദയം ചെയ്തുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടുള്ള കൽപ്പനയെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ.
ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു, സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. വളരെ കൃത്യം ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ അനുസ്മരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം താഴ്മയിലേക്ക് പോകുന്നത്. നീ ഒന്നും അല്ലാതിരുന്ന് നിന്നെ ഈ നിലയിലാക്കി, നിനക്ക് എന്താ ഉണ്ടായിരുന്നത്, നിനക്കൊന്നുമില്ലായിരുന്നു, നിന്നെ ഈ നിലയിലാക്കിയില്ലേ, അത് കർത്താവാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ഇനി പരാതിപ്പെടുന്നതിനാ അപരാധിപ്പെടുന്നതിനാ? നീ സാവൂളിൻ്റെ പിടിയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തി, കൊല്ലാൻ നടന്ന ആ സാവൂൾ രക്ഷപ്പെടുത്തിയതിന് ശേഷം സാവൂളിൻ്റെ അധികാരം തന്നെ നിനക്ക് നൽകി. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ നാഥാൻ പറഞ്ഞു, കർത്താവ് നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. പാപം ചെയ്തു പോയി പറഞ്ഞ് ഉടനെ തന്നെ ദൈവങ്ങൾ നാഥാനോട് പറയുക, നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് ഈ കർത്താവിനെ അവഹേളിച്ചതാണ്, നിൻ്റെ കുഞ്ഞ് തീർച്ചയായിട്ടും മരിച്ചു പോകും. നാഥാൻ വീട്ടിലേക്ക് മടങ്ങി ഊറിയായുടെ ഭാര്യ പ്രസവിച്ചു. ദാവീദിൻ്റെ കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റും അതിന് രോഗം പിടിപെട്ടു. കുഞ്ഞിന് വേണ്ടി രാവിലും ദൈവത്തെ പ്രാർത്ഥിച്ചും അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ മുറിയിൽ തറയിൽ കിടന്നു. കണ്ടോ, പ്രാർത്ഥിച്ചു അനുതാപത്തിലേക്ക് വന്നു. കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അത് കൂട്ടാക്കിയില്ല. അവരോടൊത്ത് ഭക്ഷണം കഴിച്ചു. ഏഴാം ദിവസം കുഞ്ഞ് മരിച്ചു. ഇതാണ് സംഭവം എന്ന് പറയും. ഇപ്പം അതിനുള്ള നമുക്ക് വളരെ പരിചിതമായ കാര്യമാണ്. എപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങൾ എപ്പോൾ വായിച്ചാലും ഒന്നുകൂടെ നമ്മൾ വായിക്കുമ്പോഴും പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ കടന്നു വരും. അതാണ് ഇതിനകത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടില്ലാത്ത ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും. അതായത് ഓരോരുത്തരും ഈ ഭാഗം വായിച്ചിട്ട് അവർക്കുണ്ടാകുന്ന ഉൾക്കാഴ്ചകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താൻ കഴിയട്ടെ. ഇപ്പം 4 വാക്യങ്ങളുള്ളൂ ഈ ഉപമയിലും. ആ ധനികനും ദാവീദും മകളെ പോലെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ അതിന് കരുണ അവൻ ആ കൊച്ചിനോട് അല്ലെങ്കിൽ ആ കുഞ്ഞാടിനോട് കരുണ കാണിക്കാതെ, അവനുള്ള ഒറ്റ ആടിനെ പോലും കൊല്ലാതെ, അതുകൊണ്ട് മരണശിക്ഷ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിയമാനുസൃതമല്ലെങ്കിൽ പോലും മരണശിക്ഷ വിധിച്ചു. അപ്പോൾ അതുകൊണ്ട് വളരെ 4 ഇരട്ടി തിരിച്ചു കൊടുക്കാനും, അത് കൃത്യമായിട്ട് അതിന് നിയമമുള്ളതാണ്, 4 ഇരട്ടി തിരിച്ചു കൊടുക്കാനായിട്ടും. അപ്പോൾ അനുതാപത്തിലേക്ക് പോകുന്നയാൾ വളരെ കൃത്യമായി ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഈ അനുതാപം. എൻ്റെ കർത്താവിനെ ഞാൻ മുറിവേൽപ്പിച്ചു, കർത്താവിനോട് ഞാൻ തെറ്റ് ചെയ്തു, ആ ബോധ്യത്തിലാണ് അനുതാപം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിനയവും അതുകൊണ്ട് തമ്പുരാനൊരു ശിക്ഷ നൽകുന്നത് നശിപ്പിക്കാനല്ല, വിശുദ്ധീകരിക്കാനാണ്. ദാവീദിനെ നശിപ്പിക്കാൻ, ദാവീദിനെ പിന്നീട് ഉയർത്തി നശിപ്പിക്കാനല്ല. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സ്നേഹത്തോടും കരുണയോടെ ദൈവം ഇടപെടുന്നത്. അതുകൊണ്ട് തെറ്റിന് ശിക്ഷ അത് മാറ്റി നിർത്താൻ പറ്റുകയില്ല, അതിന് ശിക്ഷയുണ്ടാകുന്നുള്ള സംശയമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, മരിക്കുന്നത് വരെ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് ദൈവത്തെ ആരാധിച്ച് ദാവീദ് കടന്നുകൂടി. അപ്പോൾ ആ കൊച്ചിൻ്റെ മരണം അത് സംഭവിക്കുന്ന ശിക്ഷയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ കർത്താവിൻ്റെ നീതി അത് മരണം കൊണ്ട് അവസാനമല്ല, പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്ത നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ അവിടെ വെച്ച് കണ്ടുകൂടാ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഈ 2ാമത്തെ വായനയിലൂടെ ഈ 4ാമത്തെ ഞായറാഴ്ചയിൽ നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് വലിയാഴ്ചയിലേക്ക് നമ്മൾ നീക്കുക എന്ന് ഓർക്കണം. വലിയാഴ്ചയിലേക്ക് നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോകുമ്പോഴേ ഇനിയെങ്കിലും നമ്മൾ വലിയാഴ്ചയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കാതെ നേരത്തെ തന്നെ വന്ന് പാപസങ്കീർത്തനം നടത്തി ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈശോയുടെ പീഡാനുമരണത്തിൻ്റെ ആ വലിയാഴ്ച അനുസ്മരണത്തിന് ഒരുങ്ങുന്നത് നല്ലതാണ്. അത് വളരെ നല്ല കാര്യമല്ല. കൃത്യാറുകൾ മുന്നേ ഇടിച്ച് കയറ്റി അവിടെ ചെന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് അച്ഛന്മാരെയും ബുദ്ധിമുട്ടിപ്പിച്ചും സാറും മനുഷ്യൻ രാത്രി 10 മണി വരെ ആയാലും തീരാത്ത രീതിയിൽ ക്യൂ നിൽക്കുന്നതിന് പകരം ഇപ്പോൾ തന്നെ നേരിട്ട് തൻ്റെ അനുതാപ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് പാപസംഘത്തിന് വേദിയിൽ ചെന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി പോകാമെങ്കിൽ നമുക്ക് കുറേ കൂടി ശാന്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ലേ? ഈ അനൗൺസ് ചെയ്ത ഡേറ്റും സമയത്തും ഒക്കെ മാത്രമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എത്തുമാത്രം പേരാ, 100 കണക്കിന്. സാധാരണ ദേവാലയത്തിൽ ആ ഇടവക്കാർ മാത്രമൊന്നുമല്ല, മറ്റിടവക്കാർ വരും. പലപ്പോഴും അവർ കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു ഇടവയിൽ പോയാൽ അപ്പോൾ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമൊക്കെ ഒരുപാട് ആളുകൾ വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇടവകപ്പെട്ട ആൾക്കാർ നേരിട്ടൊക്കെ അനുദപിച്ച് പാപസങ്കീർത്തനം നടത്തി കുമ്പസാരിച്ച് ഒരുങ്ങിയിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. 3ാമത്തെ വായനയിലേക്ക് വരുമ്പോൾ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 22-26 വാക്യങ്ങളിൽ ഹൃദയത്തിൻ്റെ പ്രാധാന്യത്ത് പറയാം. ഹൃദയ പരമാർത്ഥതയ്ക്കാണ് പ്രാർത്ഥന. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഹൃദയം കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുക, ബുദ്ധി കൊണ്ടല്ല. ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്നതിന് മാത്രമേ അനുകമ്പയുണ്ടാവുള്ളൂ. ആളുകളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാവുന്ന. അതിനാൽ യുവ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക, പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയെ ലക്ഷ്യം വയ്ക്കുക. ഇതാണ് അപ്പോസ്തലൻ പറയും. 4 കാര്യങ്ങളാണ് ലക്ഷ്യം വയ്ക്കുക: നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവും. അതുപോലെ മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. തർക്കിക്കാൻ പോകണ്ട.
ദൈവികമായ കാര്യങ്ങൾ നമുക്ക് തർക്കിക്കാൻ പോകണ്ട. നമുക്ക് ആർക്കും മുഴുവൻ വാക്കും ഗ്രഹിക്കാൻ പറ്റില്ല. നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങില്ല. വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പാടില്ല. കൃത്യമായി ചോദിച്ചാൽ ആഗസ്റ്റോസ് പുണ്യാളം പോലും ത്രിത്വം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിന് തെക്കും കെട്ടും ഇല്ല വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നടൽ തീരത്ത് നടന്നു പോകുമ്പോഴാണല്ലോ ആ കുട്ടിയുടെ സംഭവം നടക്കുന്ന ഒരു കൊച്ച് കക്കാത്തോടിനകത്ത് വെള്ളം എടുത്ത് പുറത്തോട്ട് ഒഴിച്ചുകൊണ്ട് നീ എന്നാ മോനെ ചെയ്യുന്നു. അതെ, ഞാൻ ഈ വെള്ളം വറ്റിക്കാൻ ശ്രമിക്കുക. പിന്നീടാ മനസ്സിലായത്, അതായത് നിൻ്റെ ഈ കക്കാത്തോടിനും വലിപ്പമുള്ള ബ്രെയിനകത്തെ ഈ അപരിമേയനെ ഒതുങ്ങില്ല. അത് നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ പാഠം പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ സത്യങ്ങളെക്കുറിച്ചൊന്നും മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ല. വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ, പ്രീത്വം എങ്ങനെ ഇരിക്കുന്നു സത്യത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി. അല്ല കൃത്യം എങ്ങനെ ആയിരിക്കും നമ്മളെങ്ങനെ അറിയുന്നത്? കർത്താവ് വെളിപ്പെടുത്തി. ഞാനും എൻ്റെ പിതാവും എന്ന് പറഞ്ഞില്ലേ, രണ്ടുപേര്. ഞാൻ പോകുന്നതല്ലാണ് പോയിക്കേ പാറക്കിലേറ്റ് അയക്കുമെന്ന് പറഞ്ഞില്ലേ. അത് കൃത്യമായിട്ട് അപ്പസ്തലൻ വളരെ കൃത്യമായിട്ട് പിന്നീട് നമ്മളെ പഠിപ്പിച്ചു. കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ലേ. കൊറിന്തോസ് 2-ാം ലേഖനത്തിന് 13-ാം അധ്യായത്തിന് അവസാന ഭാഗത്തേതല്ലേ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സത്യങ്ങളെ ഗ്രഹിക്കാൻ നമുക്ക് പറ്റില്ല. വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളെ വെളിപാട് പോലെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അത് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അതിനർത്ഥമുണ്ടാകും. അത് എതിർക്കുന്നവനെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകി എന്ന് വരാം. അതുകൊണ്ട് എതിർക്കുന്നവരെ ആരും തള്ളിക്കളയണ്ട. അങ്ങനെയാണ്. ഇപ്പം പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആകെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയും. അതുപോലെ നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം, ഇത് വളരെ ഗൗരവമായ കാര്യമായിട്ടിരുന്ന കളയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ചിന്ത എന്താണ്? ഏറ്റവും വലിയ ചിന്ത ആത്മീയ നേതാക്കന്മാർ പ്രത്യേകിച്ച് എപ്പോൾ എടുത്തു പറയുന്ന സംഗതി, അവർ ഹൃദയത്തിൻ്റെ കണ്ണുകളിലൂടെ വേണം കാര്യങ്ങൾ കാണാൻ. ബുദ്ധിയല്ല. ബുദ്ധിയുണ്ടല്ലോ നമുക്ക്, പക്ഷേ ഹൃദയ കണ്ണുകൾ കൊണ്ട് കണ്ടെങ്കിലേ അനുതാപം എന്ന് പറയുന്ന പരിശുദ്ധമായ ഹൃദയത്തിൽ മാത്രമേ അതുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ സൗമ്യതയും ക്ഷമാശീലൊക്കെ വരുന്ന അതിൽ നിന്നാണ്. നമ്മുടെ കടമയെക്കൂടി ബോധ്യം അതിൽ നിന്നാണ്. അപ്പോൾ അത് മറിച്ചായാലുണ്ടല്ലോ അത് അപകടമാണ്. അതുകൊണ്ട് കോപവും സ്വാർത്ഥതയും, അതുകൊണ്ട് വിശ്വാസം എന്ന പുണ്യമാണ് അടിസ്ഥാനമെങ്കിൽ തന്നെയും ഹൃദയാഭാവത്തോടെ നോക്കുന്നവന് മാത്രമേ കർത്താവിനെ പ്രഘോഷിക്കാൻ പറ്റൂ. പലപ്പോഴും ഇത് നേരെ തിരിച്ച് സംഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സംഭവിക്കുന്ന അജപാലകർക്ക്. കാരണം മനുഷ്യനെ സമീപിക്കുന്ന അവസരത്തിൽ സാധാരണ ഒരാളിനെ കാണുമ്പോൾ അറിയാതെ ഒരു മുൻവിധിയാണ്. ഇവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് അവരുടെ മുൻവിധിയോടുകൂടി പെരുമാറി ചിലപ്പോൾ വഴക്കടിച്ച് വേളം വെച്ച് പറഞ്ഞു വിടാനിടയാവും. തെറ്റാണത് ചെയ്യുന്നത്. വരുന്ന വ്യക്തി ഒരു വൈദികൻ്റെ അടുത്ത് കടന്നു വരുന്നത് ഹൃദയസമാധാനത്തിന് വേണ്ടിയിട്ട്, അല്ല മറ്റൊന്നും വേണ്ടി വൈദികൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ല. അവന് ഒരിടത്തും സമാധാനം കിട്ടാഞ്ഞിട്ടാണ് ഈ വരുന്നത്. ആ വരുന്ന അവസരത്തിൽ ആ ഹൃദയത്തിൻ്റെ ശാന്തതയും ക്ഷമയിലും അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ നാം ചെയ്യുന്ന ഭയങ്കര നിരുത്തരവാദിത്വം വൈദ്യൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മനുഷ്യന് ആശ്വാസവും അഭയവും കിട്ടേണ്ട സ്ഥലമാണ് അവൻ്റെ വികാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവൻ്റെ അജമാലൻ എന്ന് പറയുന്നവൻ്റെ ഹൃദയം. അവൻ അവിടെ വന്ന് നമുക്ക് പണം കൊടുത്തൊന്നും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല, ആരും ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ വരുന്നവനെ ഹൃദ്യമായിട്ട് സ്വീകരിച്ച് അടുത്തിരുത്തി അവൻ്റെ വിഷമതകൾ കേട്ട് അവൻ്റെ കണ്ണീരൊപ്പി, എടാ ദൈവം തരും, നീ പേടിക്കേണ്ട, സമാധാനത്തിൽ പോകും, നിൻ്റെ വിപുലമായ വലിയ ഗൗരവമായ രോഗത്തിൻ്റെ ആ പിടിയിലായിരുന്നിരിക്കാൻ കുടുംബം മുഴുവൻ, എങ്ങോട്ട് നോക്കിയാലും രക്ഷയില്ല, സമാധാനമില്ല, ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങോട്ട് പോകും? ശ്വാസം മുട്ടി നിൽക്കുമ്പോഴാണ് ഒന്ന് അച്ഛനെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിക്കും. അച്ഛനെ കണ്ടാക്കാൻ വിചാരിച്ച് അച്ഛനോട് ചെല്ലുമ്പോൾ അവനോട് കൂപിച്ചെല്ലെങ്ങനെ ശരിയാകുന്നത്? അവനെ അങ്ങോട്ട് കയറ്റില്ലെങ്കിൽ ചില അങ്ങനെ ആളുകളുണ്ട്. ആളുകൾ വരുന്നതിന് സ്വീകരിക്കുക പോലുമില്ല. സ്വീകരിക്കാതെ വിട്ട് ആരെയും ഇങ്ങോട്ട് വിട്ടേക്കരുതെന്ന് ചിലപ്പം അവിടെ ഉള്ളവരോട് പറഞ്ഞു നോക്കിയിരിക്കും. ആരെയും ഇങ്ങോട്ട് വിട്ടേക്കരുത്. പിന്നെ എന്തിനാ അവിടെ പട്ടം മേടിച്ചിരിക്കുന്നത്, അഭിനയം ചെയ്ത് വിട്ടിരിക്കുന്നത് എന്തിനാ? ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം എന്നത് അവരെ സ്വീകരിക്കുക എന്നുള്ളത് അത് ഏറ്റവും ഗൗരവമായ ഉത്തരവാദിത്വമാണ്. ഏത് പാവമാണെങ്കിലും അവൻ അഭയം തേടി വരുന്നത് ഈ അജപാലകരുടെ ഹൃദയത്തിൽ. ഈശോ എന്ന് പറയുന്ന വ്യക്തി പ്രവർത്തിക്കുന്ന അജപാലകരിലൂടെയല്ലേ? അവരിലൂടെയാണല്ലോ. കർത്താവിന് കൈയില്ല കാലില്ല, കർത്താവിൻ്റെ കൈയും കാലും നമ്മിലാണ്. അപ്പം നമ്മളല്ലേ ആ ഹൃദയം ഒട്ടിച്ചേർന്നുകൊണ്ട് ആളുകളെ സ്വീകരിക്കുകയും ആളുകൾക്ക് ആശ്വാസം പകരുകയും ചെയ്യേണ്ടത്. നിൻ്റെ അതിർത്ത് പുറപ്പെടുന്ന ഓരോ വചനവും അവന് ജീവൻ തരും. ആത്മഹത്യ ചെയ്യാൻ ഒരുമ്പെടുന്നവൻ അതിൻ്റെ സമീപത്ത് വന്നു കഴിയുമ്പോൾ ആത്മഹത്യയുടെ ചിന്ത വിട്ടുപോയിട്ട് ജീവിക്കണമെന്ന് തോന്നും. നല്ല അജപാലർ ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളുണ്ടായിരുന്നു. ധാരാളം അനുഭവങ്ങൾ. ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിട്ട് മരത്തെ കയറ് കഴുത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛാ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാമെന്ന് പറയാൻ മാത്രം മനസ്സുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരിക്കൽ ദേവാലയത്തിൽ പറഞ്ഞു ആത്മഹത്യ ഒന്ന് നടന്നു കഴിയുമ്പോൾ ഇനി ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ജനമേ
നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞിരിക്കണം, എന്നോടൊന്ന് പറയണം, അങ്ങ് വിഷമം എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞത് കേട്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഒരുവൻ ആത്മഹത്യക്കായിട്ട് മരത്തെ കയറി കയറ് കഴുത്തിൽ കെട്ടി താഴ്ത്ത് ചാടാൻ ഒരുങ്ങിയപ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഓർത്തു ആ പ്രഭാഷണം കേട്ടു. അവൻ്റെ പോക്കറ്റിൽ കിടന്ന് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് അച്ഛനെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, ഇപ്പം ഞാൻ ചാടും. പക്ഷേ എന്ത് പറഞ്ഞു, എൻ്റെ മുന്നു മോനെ നീ ഇവിടുന്ന് വാ, നിന്നെ ഞാൻ ഒന്ന് കാണട്ടെ, കണ്ടിട്ട് പോയി ആത്മഹത്യ ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി അവൻ്റെ ഭാര്യയും കുട്ടി അച്ഛൻ്റെ അടുത്ത് ചെന്നു. അവൻ്റെ കഴുത്ത് മുഴുവൻ വാസ്തവത്തിൽ പൊട്ടിയായിരുന്നു. ഇതാണ് അജമാലകൻ്റെ വാക്കിൻ്റെ ശക്തി എന്ന് പറയും. അത് നിസ്സാരമൊന്നുമല്ല, മനുഷ്യന് മനസ്സിലാകാഞ്ഞിട്ടാണ്. അജമാലകൻ്റെ ഹൃദയത്തിൽ ഈശോ ഇരിപ്പുണ്ടെങ്കിൽ ആ ഈശോയുടെ ശബ്ദം തന്നെ അവനിൽ ചൊല്ലും. അത് ജീവൻ നൽകുന്നതാണ്, അത് ധൈര്യം പകരുന്നതാണ്. അതുകൊണ്ട് അവൻ ആത്മഹത്യയിൽ പിന്മാറി. ഇതെന്തേ ചെയ്യാത്തതും, ഇതെന്തേ അതിനും വിമുഖത കാണിക്കുന്നത്, ഇതിനായിട്ടുള്ള ആക്കപ്പെട്ടിരിക്കുന്ന ബാക്കി എന്ത് കാര്യം ചെയ്തതെന്താ? വലിയ ഭയങ്കര കെട്ടിടം പണിത് പള്ളിക്ക് വലിയ വരുമാനം ഉണ്ടാക്കി വലിയ സമ്പത്ത് കൂട്ടിയിട്ട് ബാങ്ക് അക്കൗണ്ടും കൂട്ടി പള്ളിക്ക് ഞാൻ ഇത്രയും വരുമാനം ഉണ്ടാക്കി കടബാധ്യതയുള്ള പള്ളിക്ക് സ്വതന്ത്രമാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ നിൻ്റെ പാവപ്പെട്ട ജനത്തിൻ്റെ ഹൃദയത്തിന് എന്ത് നൽകി, അവിടെ എന്ത് സമാധാനം നൽകി? ഇതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഈ ലേഖന ഭാഗത്ത് പറയുന്നത് ഹൃദയാഭിമുഖത്തോടെ ഹൃദയപരിവർത്തനത്തോടെ നിങ്ങൾ മനുഷ്യനെ കാണണമെന്ന് പറയുന്നത്. ആ ഭാഗം അപ്പോസ്തലൻ അന്ന് പറഞ്ഞത് അജപാലകനായ തിമോത്തിക്ക്, അദ്ദേഹത്തിൻ്റെ അജപാലകനായ തിമോത്തി എന്ന് പറയുന്നത് നമുക്കറിയാം എഫേസൂസിൻ്റെ മെത്രാന, അത് നൽകിയ ഉപദേശമാണ്, അതിൻ്റെ ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം, അത് വളരെ കൃത്യമായി നമുക്കറിയാം, മലയിലെ പ്രസംഗം, അതിനൊരു ചെറിയ ഭാഗം 5-ാം അധ്യായം 27-32 വരെ വാക്യങ്ങൾ, അത് വിശുദ്ധി പാലിക്കാൻ പറയുന്ന കാര്യങ്ങൾ. കർത്താവിൻ്റെ ആ പ്രബോധനം 5, 6, 7 അധ്യായം നമുക്കറിയാം സുദീർഘമാണ്, ഒരുപാട് പേരെ സ്വാധീനിക്കാം. മഹാത്മാഗാന്ധിയൊക്കെ സ്വാധീനിച്ച് പോകുന്നതാണ്. അതാണ് മലയിലെ പ്രസംഗം എന്ന് പറയുന്നത്. അത് വളരെ ഗൗരവമായ സംഗതിയാണ്. നമുക്ക് അല്പം ഒന്ന് ധ്യാനിക്കാൻ മാത്രം ചെറിയൊരു ഭാഗം മാത്രമേ നൽകിയിട്ടുള്ളൂ. വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം. ഇപ്പോൾ ആക്കണ്ട, കർത്താവിൻ്റെ നിയമം പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് പഴയ നിയമ കൽപ്പനയുണ്ട് വ്യഭിചാരം ചെയ്തത്, പക്ഷേ കർത്താവ് പറയുന്നു ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ആസക്തി നോക്കുന്നു. എന്താണ് വ്യത്യാസം? അത് വലിയ വ്യത്യാസമല്ലേ? ഹൃദയത്തിൻ്റെ പ്രാധാന്യം കണ്ടോ? അപ്പം നമുക്ക് ആരെ വിധിക്കാൻ നമുക്ക് അവകാശമുള്ളൂ? ആരെയെങ്കിലും വിധിക്കാൻ അവകാശമുണ്ടോ? സമൂഹത്തിൽ എപ്പോഴും വലിയവനെന്ന് വിചാരിക്കുന്നു, താഴ്ന്നു വിചാരിക്കുന്നതും ഒക്കെ വഴിതെറ്റിപ്പോകാൻ ഇടയുണ്ട്. അതെല്ലാം കൊട്ടിഘോഷിച്ചുകൊണ്ട് നമ്മൾ മിടുക്കന്മാരാന്ന് വിചാരിക്കുന്നത് തെറ്റാം. വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയാൻ, ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്നും നഷ്ടപ്പെടുന്നതാണ്. കണ്ണിന് ഉതപ്പ് കണ്ണ് വരുത്തുന്നെങ്കിൽ അത് ചുഴന്നെറിഞ്ഞ് കളയാൻ പറഞ്ഞ അക്ഷരാർത്ഥത്തെ വ്യാഖ്യാനിക്കുന്നതല്ല. അതായത് കണ്ണ് ചുഴന്ന് കളയാനല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. വലത്ത് കൈ നിനക്ക് എടുത്ത് വരുന്നെങ്കിൽ അത് കണ്ടിച്ച് ദൂരെ പറയാൻ പറഞ്ഞത് അത് അക്ഷരാർത്ഥം ചെയ്യാനുള്ളതല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത എന്താണ്? സ്വർഗരാജ്യമായിരിക്കണം. അതുകൊണ്ട് നിനക്കുമുള്ള പ്രലോഭനങ്ങളെ അകന്നു നിൽക്കണം, ശക്തമായി മാറി നിൽക്കണം. ഇങ്ങേയറ്റം തൊട്ട് നിൻ്റെ കണ്ണായാലും ശരി കൈയായാലും ശരി അകന്നു നിൽക്കണം പ്രലോഭനങ്ങളിൽ നിന്നുള്ള ഒരു സത്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വലത്തുകരം നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് വെട്ടി ദൂരെ എറിയാം, ശരീരമാകാൻ നരകത്തിൽ പെരുകുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്നും നഷ്ടപ്പെടുന്നതാണ്. ഹെബ്രായ ഭാഷയുടെ പ്രത്യേകത കൂടിയുണ്ട്. ഹെബ്രായ ഭാഷയിലെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് എക്സ്ട്രീംസ് ഉപയോഗിച്ചുകൊണ്ടാണ്. എക്സ്ട്രീം ഉപയോഗിച്ചുകൊണ്ട് ആ ഉപയോഗിക്കുന്ന രീതിയുള്ളതിൻ്റെ ഓരോ ഉദാഹരണം കൂടിയാണിത്. ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുത്തയക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അത് ഓൾഡ് ടെസ്റ്റമെന്റിലെ മോശയുടെ നിയമം. അതായത് തോന്നുമ്പം തന്നെ ഉപേക്ഷിച്ച് വിടാൻ പറ്റില്ല, ഉപേക്ഷാപത്രം കൊടുത്തയക്കണം. എന്നാൽ ഞാൻ കൂടെ പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു. കാരണം പരസംഗം കൂടാതെ എന്ന് പറഞ്ഞാൽ പരസംഗം ചെയ്തുകൊണ്ട് ഉപേക്ഷിക്കാവുന്ന നല്ല കർത്താവ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അത് വളരെ ഗൗരവമായിട്ടുള്ള തെറ്റായിട്ട് കർത്താവ് കാണുന്നു മാത്രമേ ഉള്ളൂ. അല്ലെ പരസംഗം ചെയ്ത ആളെ തിരിച്ച് സ്വീകരിക്കാൻ കർത്താവ് പഠിപ്പിക്കുന്നില്ലേ? ഹോശേയ പ്രവാചകനിൽ കാണുന്നത്. ഹോസി പ്രവാചകനോട് എന്നാ പറയരുത്? വായിച്ചു നോക്കിയേ. ഹോസി പ്രവാചകനോട് പറഞ്ഞാൽ നീ ഒരു വ്യഭിചാരിണിയെ കല്യാണം കഴിക്കണമെന്ന് പറയും. ദൈവം തൻ്റെ ജനത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു പ്രവാചകൻ്റെ ജീവിതം തന്നെ ഒരു 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 എന്നാ ഒരു 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 മാതൃകയായിട്ട് ഉപയോഗിക്കുക. പ്രവാചകനോട് പറഞ്ഞു നീ ഒരു ഭാര്യ ഒരു 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 വ്യഭിചാരിണി വിവാഹം ചെയ്യണം. അവൻ പോയി ഗോമർ എന്ന് പറയുന്ന വേശ്യ വിവാഹം ചെയ്തു. മനസ്സിനെന്തൊരു വിഷമമുണ്ടായി. പുണ്യപ്പെട്ട മനുഷ്യൻ, റബ്ബി, ഗുരു കല്യാണം കഴിച്ച് അറിയപ്പെടുന്ന ഒരു വേശ്യയെ ഇപ്പോൾ കല്യാണം കഴിച്ചു. എന്തിനാ? കർത്താവ് പഠിപ്പിക്കാൻ പോവുക. എന്തിനാ പഠിപ്പിക്കാൻ പോകുന്നത്? അതായത് നിന്നെ ഞാൻ അതുപോലെ സ്നേഹിച്ചിട്ടും നീ എന്നിൽ നിന്ന് അകന്നുപോയി. വ്യഭിചാരം എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റിൽ കർത്താവിന് അകന്നുപോയി വിഗ്രഹാരാധനയ്ക്ക് വിടുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയും. അവൾ എന്ത് ചെയ്തു? 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു.
ജസ്രഹേൽ എന്ന് കൊച്ചിന് പേരിട്ടു. ഇസ്രായേൽ, നീ അവിടെ നിന്ന് ഇസ്രായേൽ നിന്ന് സെലക്ട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ ശിക്ഷയുണ്ടാകും. രണ്ടാമത്തെ കൊച്ചിന് പേരിട്ടു ലോ റുഹുമ എന്ന് പറഞ്ഞാലേ നിനക്ക് ഞാൻ കരുണ കാണിക്കില്ല ഇനി. മൂന്നാമത്തെ കൊച്ചിന് പേരിട്ടു ലോ അമ്മി എന്ന് പറഞ്ഞാൽ എന്താ, ഇനി എൻ്റെ ജനമേ അല്ല. ഇതുപോലെ ശിക്ഷയുടെ പ്രതീകങ്ങളായി മക്കളെ കാണിച്ചതിന് ശേഷം ഇവളിറങ്ങി അങ്ങ് പോയി പഴയ പണിക്ക്, അവളുടെ രീതിക്ക് അങ്ങ് പോയപ്പം ദൈവം പ്രവാചകൻ പറയുക, അന്വേഷിച്ച് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വന്ന് അതിൻ്റെ കൂടെ താമസിപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ട് പരസംഗം വഴിയായിട്ട് ഉള്ളതിൻ്റെ അല്ലാണ്ട് ഉപേക്ഷാർത്ഥം കൊടുക്കുക പറയാം, പരസംഗം വഴിയായിട്ട് ഉപേക്ഷിക്കാമെന്ന് പഠിപ്പിക്കുന്നില്ല, സഭ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി അറിയാം. അവിടെ ഹോസിയ പ്രവാചകൻ എന്ത് ചെയ്തു, അന്വേഷിച്ച് പിടിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇതുപോലെയാണ് ഞാൻ നിങ്ങളോട് പെരുമാറുന്നത്, ഇതുപോലെയാണ് ഇസ്രായേലിനോട് ചെയ്യുന്നത്. എൻ്റെ ഇസ്രായേലിൽ എന്നോട് അവിശ്വസ്തത കാണിച്ചു, പക്ഷേ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്ന് എൻ്റെ കൂടെ താമസിപ്പിച്ചിരിക്കുക. ഇത്ര കൃത്യമായിട്ടുള്ള പാഠമാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അടുത്ത മത്തായി 5-ാം അധ്യായത്തിൽ വരുന്ന ഈ ചിന്തകളും എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ അവിടെ ആവർത്തിയമാക്കേണ്ടതും. ആന്തരികതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്ന ആദ്യ ഭാഗത്തിനെ പറഞ്ഞ്, ഈ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുമെന്ന് പറയുമ്പോൾ അതാണ് അവിടെ ആസക്തികളെക്കുറിച്ചും പിന്നെ ഭാര്യയൊക്കെ അന്നത്തെ കാലഘട്ടം യഹൂദന് സ്ത്രീക്ക് തുല്യമായ അംഗീകാരമോ ഒന്നും കൊടുത്തിരുന്നവർക്ക് പിന്നീട് ഈശോയിലാണ് സ്ത്രീത്വത്തിൻ്റെ സ്ഥാനം ഉയർത്തിയത്, പരിശുദ്ധ അമ്മയിലൂടെയാണ്. അല്ലെ, സ്ത്രീ അത് വസ്തുവും പറഞ്ഞ് പുരുഷൻ്റെ സ്വത്തായിട്ട് കരുതപ്പെട്ടിരും. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യയെ മോഹിക്കണമെന്ന് പറഞ്ഞാൽ അവനോട് തെറ്റ് ചെയ്യുമെന്ന് പറയുന്ന കാരണം ഇതാണ്, പുരുഷൻ്റെ സ്വത്തായിട്ട്. എന്താ, പുരുഷൻ്റെ സ്വത്തൊന്നുമില്ല, അത് വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നീട് പുതിയ നിയമത്തിലാണ് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് കർത്താവ് കറക്റ്റ് ചെയ്യാം, നിയമം പൂർത്തിയാക്കാൻ വന്നിരിക്കുന്നവൻ പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ള പ്രധാനപ്പെട്ട സന്ദേശം. പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കണം. അതുകൊണ്ട് യുഗാന്ത്യോന്മുഖ ചിന്തയിലാണ് ആ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യം കൃത്യമായിട്ട് പറയുന്നു എന്താണ് ഭാര്യയിൽ ഉപേക്ഷാപത്രം കൊടുക്കുന്ന നിയമാവർത്തന പുസ്തകത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്ന കാര്യം. ആ നിയമമാണ് എടുത്തു വെച്ചുകൊണ്ട് കർത്താവ് പറയുന്നത്, ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയണം. ഉപേക്ഷിക്കാൻ പാടില്ല, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഭാര്യയ്ക്ക് നീതി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ കർത്താവ് കൃത്യമായിട്ട് ഭാര്യയുടെ നീതി പുനഃസ്ഥാപിക്കുന്ന, സ്ത്രീത്വത്തിൻ്റെ അവകാശത്തെ കർത്താവ് പുനഃസ്ഥാപിക്കുന്നതാണ് അവിടെ കാണുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഹോസി പ്രവാചകൻ്റെ കഥയിലൂടെ ഈ കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നമ്മൾ ഈ ഭാഗം കൊണ്ട് സമാപിപ്പിക്കുകയാണ്. ഇന്നത്തെ ചിന്തകൾ പ്രധാനമായും ആത്യന്തികമായും പറഞ്ഞാൽ, ആദ്യാവസാനം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ, അനുതാപത്തിലേക്ക് നമ്മെ നയിക്കും നമ്മുടെ പ്രവൃത്തികൾ. അതായത് നമ്മൾ കുറ്റബോധത്തിലേക്കല്ല, അനുതാപത്തിലേക്ക് നയിക്കാൻ അനുതാപത്തിൻ്റെ മാതൃകകളായിട്ട് ദാവീദിനെ എടുത്ത് കാണിക്കുന്നു. അവസാനം കർത്താവിൻ്റെ മലയിലെ പ്രസംഗത്തിൻ്റെ സന്ദേശം നമുക്ക് തരുന്നു. ഒപ്പം തന്നെ പൗലോസിനെ പഠിപ്പിക്കുന്ന പാഠം തരുന്നു. സോദോം ഗൊമോറയുടെ അനുതാപമില്ലാത്ത പോക്കിനെ കർത്താവ് ശിക്ഷിക്കുന്നു. കർത്താവ് ശിക്ഷിക്കുന്നത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സമാപിപ്പിക്കാൻ. അതുകൊണ്ട് വലിയ നോമ്പിൻ്റെ 4-ാം ഞായറാഴ്ചയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കട്ടെ. അടുത്ത ആഴ്ചയിലേക്ക് കഴിയുന്നിടത്തോളം നേരത്തെ പാവസങ്കീർത്തനം നടത്തിക്കൊണ്ട് കർത്താവിൻ്റെ പീഡാനുപകരണ ഉത്ഥാന രഹസ്യം അനുഷ്ഠിക്കുന്ന വലിയ ആഴ്ച, ഒരു വർഷത്തിൽ നമ്മുടെ ഏറ്റവും ശക്തമായ ആധ്യാത്മിക കരുത്തുള്ള ആഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവിശ്വം കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.